അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനിതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജയ അശോകനാണ്. ആൻഡമാനിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസനും കുടുംബത്തിന്റെയും ഒരുപാട് ജീവിത അനുഭവങ്ങൾ, ഓർമ്മകൾ പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളുടെ ഓർമ്മകൾ കർത്താവിന്റെ ദാസി ജയസിസ്റ്റർ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ ഭവനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറായാൽ ഞങ്ങൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥനാ കൂട്ടായ്മ നടക്കുന്നു. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കാവുന്നതാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി വിശിഷ്യാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജയ അശോകനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടിവിയിൽ കൂടെ ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ സർവകൃപാലുവായ ദൈവം എന്റെയും ജീവിതത്തിൽ ഒരുക്കിയ ഇങ്ങനെ നൽകിയ അവസരത്തോട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇതിന് കാരണമായി തീർന്ന അഭിഷിക്തദാസൻ ദാനിയൽ ജോൺ അവർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം. ഈ സാക്ഷ്യം അനേകർക്ക് ആശ്വാസവും പ്രത്യാശയും വിശ്വാസവും ഉണ്ടാകുന്നതിന് കാരണമായി തീരട്ടെ. ഞാൻ അരോമ ടിവിയെ കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും ഞാൻ അരോമ ടിവിയെ വാച്ച് ചെയ്യാറുണ്ട്. അതിൽ ഓരോ ടെസ്റ്റിമണികളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നും അനേക കർത്തദാസിദാസന്മാരുടെ അനുഭവങ്ങള് പലപ്പോഴും ഞങ്ങൾ വിഷമത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത വിശ്വാസം വർദ്ധിക്കുന്നതിനും പ്രത്യാശ വർദ്ധിക്കുന്നതിനും ഒക്കെ കാരണമായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു അരോമ ടിവിയുടെ പ്രവർത്തനങ്ങള് ദൈവരാജ്യത്തിനും മഹത്വത്തിനു വേണ്ടിയും അനേകരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതിനും നയിക്കുന്നതിനും കാരണമായി തീരുമെന്ന്. കാരണം ഇടയ്ക്ക് ഞങ്ങളോട് ഒരു ഫാമിലി, വിശ്വാസത്തിലല്ലാത്തൊരു ഫാമിലി പറഞ്ഞു, അരോമ ടിവിയുടെ ചില ടെസ്റ്റിമണികൾ കേട്ടിട്ട് അവർക്ക് യേശുവിൽ വിശ്വാസം വരികയും അവർ ക്രിസ്തുവിനെ അവർ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറയുവാനിടയിൽ തീർന്നു. സോ ഞാൻ വിശ്വസിക്കുന്നു ഈ മീഡിയ കാരണം അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന്. സോ ഈ ടെസ്റ്റിമണി അനേകർക്ക് അനുഗ്രഹവും ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രത്യാശിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എന്റെ പേര് ജയ അശോക് എന്നാണ്. ഞങ്ങൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിന്റെ പേര് എൽവിൻ ഡാൻ അശോക് എന്നാണ്. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് പപ്പ, മമ്മി, 4 ആങ്ങളമാരുണ്ട്. പപ്പ സുവിശേഷ വേലയിലാണ്. 4 ആങ്ങളമാര് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലരും കർത്താവിന്റെ വേലയിലാണ്. ഇതാണ് എന്റെ ചെറിയ ഫാമിലി. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എന്റെ ടെസ്റ്റിമണി ആരംഭിക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ പിതാവിനെ പറ്റി 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പപ്പ ഒരു RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത്. ആ സമയത്ത് പപ്പയുടെ സ്ഥലത്ത് അധികം പെന്തക്കോസ്തുകാരൊന്നും ഇല്ലായിരുന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടായ്മ അവിടെ വരുവാനിടയിൽ തീർന്നു. ഈ കൂട്ടായ്മ അവിടെ വന്നപ്പോൾ പപ്പയ്ക്ക് അങ്ങ് യങ്ങായിരുന്നു, കുഞ്ഞു മീൻസ് ടീനേജിന്റെ പ്രായമായിരുന്നു. അപ്പൊ ആ സഭയെ അവിടെ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ തകർക്കുന്നതിന് വേണ്ടി അവരാൽ കഴിയുന്ന മാക്സിമം അവർ ട്രൈ ചെയ്തു. പ്രെയർ നടക്കുന്ന ഹാളിൽ, ചർച്ചിൽ പ്രെയർ നടക്കുന്ന സമയത്ത് ഇവർ ശബ്ദമുണ്ടാക്കുക, ആലയത്തിന്റെ പുറത്തേക്ക് കല്ലെറിയുക, അതോടൊപ്പം തന്നെ പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിലേക്ക് കൊട്ടുക, ശബ്ദമുണ്ടാകുന്ന ഷീറ്റുകൾ കൊണ്ടുവന്ന് അവര് എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുമോ ഡിസ്റ്റർബ് ചെയ്യുക, ചർച്ചിലേക്ക് പോകുന്നവരെ ചർച്ചിൽ പോകരുത് എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം ഇവര് കത്തോലിക്ക ചർച്ചില് സ്ട്രോങ് ആയ ഒരു ഫാമിലി ആയിരുന്നു. അവർക്ക് അതിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. എന്നാൽ സഭ ഈ പപ്പയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
പപ്പയ്ക്ക് ഒരു വയറുവേദന വരുവാനായി തീർന്നു. സോ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി മെഡിസിൻ എടുത്തു. അതിൽ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. അതിനുശേഷം മന്ത്രവാദങ്ങൾ ചെയ്തു, ആഭിചാരങ്ങൾ ചെയ്തു നോക്കി. അതിലും വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല. അതിനുശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വയറുവേദന അതിശക്തമാകുകയും ആ ചർച്ചിൽ പോകുന്ന, അതേ പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്ന ഒരു ഫാമിലിയിൽ ഒരു അങ്കിൾ വന്ന് പറഞ്ഞു, നീ ജസ്റ്റ് ഒന്ന് ആ ചർച്ചിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ദൈവം സർവശക്തനാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, ഞങ്ങളെല്ലാം അതിന്റെ അനുഭവസ്ഥരാന്ന് ഇങ്ങനെ പറയുവാനിടയിൽ തീർന്നു. പപ്പ മനസ്സില്ല മനസ്സോടെ ആ പ്രാർത്ഥനാ ഹാളിലേക്ക് പോവുകയും കർത്തദാസൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പപ്പയുടെ വയറുവേദന മാറുകയും ചെയ്തു. പപ്പയുടെ അകത്ത് വലിയ വിശ്വാസം വന്നു. മന്ത്രവാദത്തിനോ മെഡിസിനോ ചെയ്യാൻ പറ്റാത്തത് പ്രാർത്ഥനയ്ക്ക് ചെയ്യുവാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് പപ്പയുടെ അകത്ത് വലിയ വിശ്വാസം ഉണ്ടാകുകയും ഈ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനം എടുക്കുകയും അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പപ്പയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് ദർശനം കൊടുത്ത് ഒരു സ്ഥലത്തേക്ക് അയച്ചു, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് അയക്കേണ്ടി തീർന്നു. ദൈവം പറഞ്ഞപ്പോൾ പപ്പ ആദ്യമൊക്കെ ഒഴിവുകൾ പറഞ്ഞു. കാരണം പപ്പയ്ക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമായിരുന്നു. പക്ഷെ കഴിവ് പറഞ്ഞു, പഠിത്തം കുറവാണ്, അതുപോലെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പല ഒഴിവുകൾ പറഞ്ഞിട്ടും ദൈവം വീണ്ടും പപ്പയെ കമ്പൽ ചെയ്ത് നിർബന്ധിച്ചു. അതിൻ പ്രകാരം പപ്പ വീണ്ടും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനിടയിൽ തീർന്നു. സോ ആ സമയത്ത് ജസ്റ്റ് അവിടെ ആരെ അറിയത്തില്ല, ഏരിയയില് പപ്പ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരെയാണ്. അവിടേക്ക് കടന്നുപോയി പല വീടുകളിൽ കയറി ഇറങ്ങി യേശുവിനെ പറ്റി പപ്പയ്ക്ക് കിട്ടിയ സൗഖ്യത്തെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു വീട്ടിൽ പോയപ്പോൾ 18 വർഷമായിട്ട് പക്ഷവാതം പിടിച്ചു കിടക്കുന്ന ഒരു രോഗിയെ കാണുവാനിടയിൽ തീർന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്നേരം തന്നെ സൗഖ്യം സംഭവിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഈ ദൈവത്താൽ അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല, നിങ്ങളൊരു കാര്യം ഇവിടെ കൺവെൻഷൻ വെക്കാൻ പറഞ്ഞു, അനേക സൗഖ്യമാകട്ടെ. കാരണം ആ ഹൈന്ദവ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. അങ്ങനെ പപ്പ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഓല ഷെഡുകളൊക്കെ ഇട്ടാണ് കൺവെൻഷൻ പന്തൽ ക്രമീകരിച്ചു. ആ കൺവെൻഷൻ അന്നത്തെ സമയത്ത് മോനച്ചൻ എന്നാണ് ദൈവദാസനാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നത്. അവസാനം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഔട്ടർ കോൾ കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാണ്ടേ തീർന്നു. അങ്ങനെ ആ ഒരു വ്യക്തിയിൽ നിന്ന് ആ ദേശത്തെ സുവിശേഷ വേല ആരംഭിക്കേണ്ടേ തീർന്നു. സോ അതിനുശേഷം പപ്പ തന്റെ വീടും സ്ഥലവും വിറ്റ് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ വിൽക്കുന്ന സമയത്ത് റോഡിന്റെ സൈഡിൽ നല്ലൊരു വീട്, 3-4 ബെഡ്റൂം, നല്ല സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ജീവിക്കാനൊക്കെ. പക്ഷെ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പപ്പ മൂവ് ചെയ്യാനെടുത്തത്. പപ്പ ഞങ്ങൾ അന്ന് 5 മക്കളാണ്. ഞങ്ങളുടെ ഏറ്റവും ഇളയ ആങ്ങളെ കൈക്കുഞ്ഞായിരുന്നു. സോ പപ്പായുടെ ഫാമിലിയിൽ നിന്ന് പലരും പറഞ്ഞു, നീ 5 മക്കളെയും കൊല്ലാനാ പോകുന്നത്, നീ തെണ്ടിക്കൊണ്ട് തിരിച്ചു വരും, നീ നശിക്കാനാ പോകുന്നത് എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, ഞാൻ തെണ്ടി വാലും നിങ്ങളുടെ മുന്നിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് പപ്പയെ ദൈവം അയച്ച സ്ഥലത്തേക്ക് പപ്പ പോകാനിടയിൽ തീർന്നു. അവിടെ പോയി പരിചയക്കാരൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല. അവിടെ ചെന്നു ഒരു വാടകയ്ക്ക് വീടെടുത്തു. സോ വാടകയ്ക്ക് വീടെടുത്തു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ ദൈവം വളർത്തുവാനിടയിൽ തീർന്നു. നമുക്കറിയാം അവിടെ ആഭിചാരങ്ങളും അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും വ്യഭിചാര കാര്യങ്ങൾ ചെയ്യുന്നവരും ഇങ്ങനെ മദ്യം വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഏകദേശം ഞങ്ങളുടെ ചർച്ചിന്റെ ചുറ്റുപാട് 6 ഫാമിലിയില് മദ്യം വിൽക്കുന്ന, അതേ മദ്യം അവരെ സെർവ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. ആൾക്കാർ അവിടെ വന്ന് മദ്യം കുടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ഇരുട്ടിനകത്ത് കിടന്ന ഒരു ദേശത്തിലേക്കാണ് പിതാവിനെ ദൈവം അയച്ചതെന്ന്. എന്നാൽ ഭയങ്കര ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ചില നാളുകൾ കഴിഞ്ഞു. ഞങ്ങൾക്കറിയാം പപ്പ രാവിലെ ഇറങ്ങും, വീടുകളിൽ കയറും, പ്രാർത്ഥിക്കും. ദുഷ്ടാത്മാക്കൾ, നമുക്കറിയാം പിശാച് ബാധിച്ചവർ അലറി വിളിക്കും. ഇത് കാണുമ്പോൾ ആൾക്കാർ കൂടും. പക്ഷെ ആരും ചർച്ചിലേക്ക് അങ്ങനെ അധികം വരാറില്ല. പിന്നെ ക്രമേണ സഭയ്ക്കകത്ത് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആ സ്ഥലം വിറ്റു എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലം വിറ്റ് ഞങ്ങൾ പപ്പ ദൈവം അയച്ച സ്ഥലത്തേക്ക് വന്ന് ആ സ്ഥലത്ത് ചെറിയ ഒരു 6.25 സെന്റ് സ്ഥലം മേടിക്കാനിടയിൽ തീർന്നു. ചെറിയൊരു ഷെഡ് അവിടെ പണിയാനിടയിൽ തീർന്നു. ബേസ്മെന്റ് ഇട്ട് ചെറിയ ഷെഡ് പണിയാനിടയിൽ തീർന്നു. സോ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആൾക്കാർ വരാൻ തുടങ്ങി. അവിടേക്ക് സുവിശേഷമായി പോകുമ്പോൾ ശക്തമായ എതിർപ്പുകൾ, തെറി വിളിക്കും,
അതോടൊപ്പം തന്നെ അസഭ്യം പറയുമായിരുന്നു. ഞങ്ങൾ 5 മക്കളെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ പോകുമായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങളായിരുന്നു. അങ്ങനെ കുറെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാടക കൊടുക്കുവാൻ കഴിയാതെ ഒരു സാഹചര്യം വന്നു. കാരണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഫാമിലിയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. വേറെ ഞങ്ങൾക്ക് ഒരു വരുമാനം ഇല്ലാത്തത് കാരണം വാടക കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായി. ഏകദേശം 5 മാസത്തെ വാടക മുടങ്ങുവാൻ ഇടയായി തീർന്നു. അന്നേരം ആ വീടിന്റെ ഓണർ വന്ന് പറഞ്ഞു, നിങ്ങൾ വന്നൊട്ടികളാണ്, നിങ്ങൾക്ക് 5 മക്കളുണ്ട്, നിങ്ങൾ ഒരിക്കലും വീട് വിട്ട് ഇറങ്ങത്തില്ല, അത് കാരണം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം എന്ന് പറഞ്ഞു. പപ്പ ഇന്ന് തന്നെ ഞങ്ങൾക്ക് പെൻഡിങ് തീർത്തു തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം പപ്പ എവിടെ പോയി പലിശയ്ക്ക് പൈസ എടുത്ത് അവർക്ക് പെൻഡിങ് കൊടുക്കുവാനായിട്ട് തോന്നി, പൈസ ഫിനിഷ് ചെയ്യാനായിട്ട് തോന്നും. എന്നാല് അന്ന് രാത്രി പൈസ കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ആ വീട്ടിലെ ഉടമസ്ഥരും കുറച്ച് ബന്ധുക്കളും വന്നിട്ട് ഞങ്ങളുടെ അടുത്തൊന്ന് വീട് കാലി ചെയ്യാൻ പറഞ്ഞു, ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞു. സോ അന്ന് രാത്രി ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ചെറിയൊരു ഷെഡ്, അത് ഇൻകംപ്ലീറ്റ് ആയ ഒരു ഷെഡാണ്. ബേസ്മെന്റ് ഉണ്ട്, മുകളില് ഓല ഇട്ട ആ ഒരു മേൽക്കൂര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ഞങ്ങള് കഞ്ഞി വേകുന്നത് രാത്രിയാണ്, സന്ധ്യയ്ക്കാണ് കഞ്ഞി വേകുന്നത്. കാരണം പപ്പ പൈസ കൊണ്ടുവന്നപ്പോൾ ഒരു അരിയും കൂടെ മേടിച്ചുകൊണ്ടുവന്ന് അരി തിളയ്ക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ വന്നിട്ട് ആ അരിക്കലത്ത് അതോടെ പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് വീട്ടിനകത്തുള്ള സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചെറിയാനിടയിൽ തീർന്നു. പക്ഷെ വളരെ വേദനയോടുകൂടെ ഞങ്ങൾ ആ വാടക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാല് ആ രാത്രി എങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പപ്പയും മമ്മിയും വളരെ വേദനയോടുകൂടെ ഞങ്ങൾ 5 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങള് ആ ഓല ഷെഡിന്റെ സൈഡില് ഒരു സാരി മറിച്ചിട്ട് ഞങ്ങള് അവിടെ കിടക്കൊണ്ടെത്തുന്നു. ഏറെ നാളുകൾ ഞങ്ങൾ അവിടെ താമസിച്ചെടുത്തുന്നു. രാത്രിയാവുമ്പോൾ ഞങ്ങൾ ഈ ഷെഡിലേക്ക് ഞങ്ങൾ കിടക്കും. പകൽ സമയങ്ങൾ ഞങ്ങൾ ആ സാരി മറിച്ച സ്ഥലത്തായിരുന്നു. കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയത്തില്ല. ഫാമിലി പറഞ്ഞു, നിങ്ങൾ തെണ്ടിക്കൊണ്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങളുടെ വിഷമങ്ങൾ ആരോടും പറയുവാനോ അല്ലെങ്കിൽ കേൾക്കുവാനോ ആരും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തോളം സഹായിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു സഹോദരൻ, പെന്തക്കോസ്തുകാരനല്ല, ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് കുറച്ച് കാശ് ഞാൻ പപ്പയുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ഒരു ചെറിയൊരു വീട് വെച്ചോ, ഒരു ചെറിയൊരു വീട് വെച്ചിട്ട് നിങ്ങൾ കിട്ടുമ്പോൾ റിട്ടേൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആ വീട് കൊണ്ട് ചെറിയൊരു റൂം, ഞങ്ങൾ 2 റൂമും ഒരു കിച്ചണുമായിട്ട് പപ്പ ഉണ്ടാക്കുവാനായിട്ട് തീർന്നു. അതിനുശേഷം ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിടയിൽ തീർന്നു. സോ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ ഞാൻ ചെറുപ്രായത്തിൽ കണ്ടു വളർന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചർച്ചിന് ചുറ്റും ഏകദേശം 6 ഫാമിലിയില് മദ്യം വിൽക്കുമായിരുന്നു. അനേകർ അവിടെ വന്ന് മദ്യം കുടിക്കുമായിരുന്നു. സോ അത് നമ്മുടെ ചർച്ചിന് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് ഈ മദ്യം വിൽക്കുന്ന ഈ വിൽപ്പന ഇവിടെ നിന്ന് മാറണം. സോ നമ്മൾ കുറച്ചു പേരാണെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ സർക്കാർ എന്നൊരു ഓർഡർ വന്നു. ആലയങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് 100 മീറ്റർ വരെയുള്ള എല്ലാ മദ്യശാലകളും എല്ലാം മാറ്റണമെന്ന് സർക്കാരിൽ നിന്ന് ഒരു ഓർഡർ വരുവാനായിട്ട് തന്നു. ദൈവകൃപയാൽ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് ഭംഗിയായി തന്നെ നിവർത്തിക്കാൻ ഇടയായിത്തീരും. സോ ദൈവത്താൽ തന്നെ ആ മദ്യം വിൽക്കുന്ന ആ ഒരു പ്രോസസ് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മദ്യശാല, അതായത് മദ്യം കൊടുക്കുന്ന ഒരു ഷോപ്പും ഉണ്ടായിരുന്നു, അതും അവിടെ നിന്ന് മാറ്റപ്പെടാനിടയിൽ തീർന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഇരിക്കെ ഇതിനു ശേഷം അവിടെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുവാനായിട്ട് തീർന്നു. അപ്പോൾ അവരുടെ അടുത്ത ടാർഗറ്റ് ആണ്, ചർച്ചുള്ളത് കൊണ്ടാണല്ലോ അവിടെ ബിസിനസ് നടത്താൻ കഴിയാത്തത് എന്നോർത്ത് അവർ ശക്തമായ പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകുവാനിടയിൽ തീർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മനുഷ്യനെ, ഞാൻ പറയുമ്പോൾ ദൈവിക പ്രൊട്ടക്ഷൻ ആണ് പറയാൻ പോകുന്നത്. സോ ഒരു മനുഷ്യനെ മദ്യം വാങ്ങി കൊടുത്തതിന് ശേഷം ഉപദേശി പോയി അടിച്ചിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം നല്ലൊരു മദ്യപാനിയാണ്. അങ്ങനെ അദ്ദേഹം മദ്യം കുടിച്ചിട്ട് ആലയത്തിന്റെ അകത്തേക്ക് കയറി വന്നു. സൺഡേ ആരാധന നടക്കുമായിരുന്നു. അന്നേരം പപ്പ ചോദിച്ചു, സഹോദര നിങ്ങൾ ഇരിക്കെ. അദ്ദേഹം പുൽപ്പിറ്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഒരു 2 സെക്കൻഡ് ആയതും അദ്ദേഹത്തിന്റെ മദ്യത്തിന്റെ ആ ലഹരി വിടുകയും
അദ്ദേഹത്തിന് സുബോധം വരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ എന്നെ അടിക്കാനാണ് പറഞ്ഞു വിട്ടത്, ഉപദേശം അടിക്കാനാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാൻ നിങ്ങളെ അടിക്കത്തില്ല, സോറി, ഞാൻ ഇനി വരത്തില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ദൈവം ആരാണ്? സർവശക്തിമാനായ ദൈവമാണ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ അതേ മനുഷ്യന് ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് ഉപദേശം അടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അദ്ദേഹം അന്ന് വന്നത് ചർച്ചിലല്ല, ഞങ്ങളുടെ വീട്ടിലേക്ക്. ഞങ്ങളുടെ ആ വീട്ടിനകത്തേക്ക് റൂമിലേക്ക് കയറിയത് അത് സന്ധ്യാസമയമായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ 7 പേര് ഇരിക്കുന്ന സമയത്തായിരുന്നു. സന്ധ്യാസമയമായപ്പോൾ അദ്ദേഹം മനുഷ്യൻ അകത്തേക്ക് കയറി വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മദ്യലഹരി വിട്ട് അദ്ദേഹത്തിന് അടിക്കുവാൻ വേണ്ടി പറഞ്ഞു വിട്ടവരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കാനാ പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പപ്പ എന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ആഹാരം കൊടുത്തു വിട്ടു. അതിനുശേഷം ഇന്ന് വരെ ആ മനുഷ്യൻ ഞങ്ങൾക്കെതിരെ തെറി വിളിക്കുകയോ ഉപദ്രവിക്കാനോ വന്നിട്ടില്ല. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ അനേകര് പല സ്ഥലങ്ങളില് പപ്പ പോകുന്ന സ്ഥലത്ത് അടിക്കുവാൻ വേണ്ടി പലരും പല സ്ഥലത്തും പതിയിരുന്നിട്ടുണ്ട്. പക്ഷെ ദൈവം അവരുടെ കണ്ണിനെ മറച്ച ഒത്തിരി അനുഭവങ്ങളുണ്ട്. പപ്പ ആ സ്ഥലത്തൂടെ എന്ന് വെച്ചാൽ പാറായി പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി കഴിയുമ്പോഴാണ് അവർക്ക് അയ്യോ, ഉപദേശം ഇവിടുന്ന് മാറിപ്പോയല്ലോ എന്ന്. പിന്നീട് അവര് നമ്മുടെ ചർച്ചിലെ പല വിശ്വാസികളെടുത്ത് വന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ഇങ്ങനെ അവർ അടിക്കുവാൻ പതിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എനിക്ക് പറയാനുള്ള അനുഭവം, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ദൈവം തന്റെ ദൈവദാസന്മാര്, ദൈവത്തിന്റെ അഭിഷക്തന്മാര് കർത്താവ് സൂക്ഷിക്കുന്ന ദൈവമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇത് ഓർക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു സഹോദരൻ സോഡ കുപ്പിയുടെ ബാക്ക് സൈഡ് പൊട്ടിച്ചിട്ട് പപ്പായെ കുത്തുവാൻ വേണ്ടി കയറി വന്നു. യേശുവിനെയും ഞങ്ങളെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് കയറി വരുന്നത്. സോ ഞങ്ങൾ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കിണറാണ്. കിണർ കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരേണ്ടത്. ആ മനുഷ്യൻ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കയറുവാനായിട്ട് എത്തുന്നു. കയറിയിട്ട് തെറി വിളിക്കുകയാണ്. ഏകദേശം ഈ തെറി വിളിയുടെ ശബ്ദം കേട്ട് ഞങ്ങള് 7 പേരും കൂടെ പെട്ടെന്ന് റൂമിനകത്ത് നിന്ന് ആ ഡോറിന്റെ അടുത്തേക്ക് വന്നിരിക്കണം. പപ്പായും അമ്മയും അതുപോലെ ഞങ്ങൾ 5 മക്കളും വന്ന് നോക്കി നിൽക്കുകയാണ്. ഈ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ തെറി വിളിച്ചുകൊണ്ട് ആ കുപ്പി ഇങ്ങനെ പൊക്കി ഉയർത്തി പിടിച്ചുകൊണ്ട് വരികയാണ് പപ്പായെ ഉപദ്രവിക്കാൻ വേണ്ടി. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇവരെന്തിനാ ഈ തെറി വിളിക്കുന്നത്? അവർക്ക് ചർച്ച് ഇവിടുന്ന് പൊളിച്ചു മാറ്റണം, ഇവിടുന്ന് പ്രാർത്ഥന ഹാൾ ഇവിടുന്ന് മാറ്റണം, അത് അവരുടെ ടാർഗറ്റ്. എന്നാൽ കേൾക്കണമോ പ്രിയമുള്ളവർ, അദ്ദേഹം കൈ ഇങ്ങനെ ഓങ്ങുകയാണ്, കുത്താൻ വേണ്ടി ഓങ്ങുകയാണ്. പക്ഷെ ആ ഒരു ചെറിയൊരു ബൗണ്ടറിയുടെ അടുത്ത് വന്ന് ഞങ്ങളുമായിട്ട് ഒരു കൈയുടെ ഡിഫറൻസ് വരത്തുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ കൈകാലുകൾ അനങ്ങുന്നില്ല. മുന്നോട്ട് അദ്ദേഹം ഞാൻ കുത്താൻ ശ്രമിക്കുന്നു, പക്ഷെ ആ ഒരു ബൗണ്ടറിക്ക് ഇങ്ങോട്ട് വരുന്നില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം ശരിക്കൊരു കൈ ഓങ്ങിയാൽ മതി, ഞങ്ങൾ അടുത്ത് എത്താൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ കാലുകൾ ചലിക്കുന്നില്ല. അദ്ദേഹം കാല് പുറകോട്ട് വലിച്ചു, പക്ഷെ അന്നേരം അദ്ദേഹത്തിന്റെ കാലുകൾ ചലിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനം പറയുന്ന പോലെ ദൈവം തന്റെ ഭക്തന്മാർക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന പോലെ ആ മനുഷ്യനെ കുത്തുവാൻ അനുവദിച്ചില്ല. പിറ്റേ ദിവസം അതേ സമയമായപ്പോൾ അദ്ദേഹത്തെ വേറൊരാള് കുത്തുവാൻ എടുത്തുണ്ട്. പക്ഷെ മരണമൊന്നും സംഭവിച്ചില്ല. ഇന്ന് ആ മനുഷ്യൻ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയായി തീർന്നു. ഇന്ന് എനിക്ക് ഇതിനൊരു കാര്യം പറയുവാൻ എനിക്കുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ദൈവ മക്കൾക്കെതിരെ ഒരാളെ എതിർപ്പുമായി നിൽക്കുമ്പോൾ ആ ശൗലിനെ പൗലൂസാക്കി തീർത്തുകൊണ്ട് യേശുവിന്റെ സാക്ഷിയായി തീർന്നത് പോലെ അനേകര് ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാനുകൾ ചെയ്ത് സ്റ്റെപ്പ് എടുത്ത് വെക്കും. പക്ഷെ ദൈവം അങ്ങനെയുള്ളവരെ കർത്താവിന്റെ നാമത്തിലുണ്ട് ഉപയോഗിക്കുന്നതായിട്ട് ഞങ്ങളെ കണ്ണുകൾ കൊണ്ട് കാണുവാനായി തീർന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്വർഗ്ഗദൂതൻ ഇറങ്ങുവാനായിട്ട് തീർന്നു. അതിന്റെ ഒരു സാഹചര്യം ഇതായിരുന്നു. നിങ്ങൾക്ക് ശക്തമായ എതിർപ്പുകള് ഞങ്ങൾ ആ ദേശത്ത് ഉണ്ടായിരുന്നു. എന്നും അവിടെ അടിക്കാനൊക്കെ ആൾക്കാർ വരും, പക്ഷെ അവരൊന്നും തൊടുവാനൊന്നും ദൈവം സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ പ്രെയർ നടക്കുമായിരുന്നു. ഈവനിങ്ങില്, അതായത് ഓൾ നൈറ്റ് പ്രെയർ നടക്കുമായിരുന്നു. സോ ഞങ്ങൾക്ക് മൈക്ക് സെറ്റും അങ്ങനെ ഒരു കാര്യങ്ങളും തന്നെ ഇല്ലായിരുന്നു. സോ നമുക്കറിയാം, ഒത്തിരി സൗണ്ടൊന്നും ശബ്ദമൊന്നും പുറത്ത് പോകാറില്ല. പക്ഷെ ഞങ്ങളുടെ വീടിന് അടുത്ത് താമസിക്കുന്ന ഒരു ഫാമിലി തെറി വിളിക്കുകയാണ്. ഏകദേശം പ്രെയർ സ്റ്റാർട്ട് ചെയ്യപ്പോൾ തൊട്ട് തെറി വിളിക്കുകയാണ്. എന്നിട്ട് അവർക്ക് ഇന്ന് അവര് സഭയെ തകർക്കും എന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. സോ ഞങ്ങള് ഏകദേശം 10 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. അന്നേരം എന്റെ മമ്മി ഒരു ദർശനം കണ്ടു. 2 സ്വർഗ്ഗദൂതന്മാർ ഞങ്ങൾ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. സോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇനി ഈ വിഷയത്തിൽ ഓർത്ത് വിഷമിക്കണ്ട, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവം തന്നെ ദൂതന്മാരെ അയച്ചു എന്ന് പറഞ്ഞു.
സോ ഞങ്ങൾ അതിനുശേഷം പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹത്തിന്റെ ആ തെറിവിളിയുടെ ശബ്ദം കുറയുവാനിടയെ തീർന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥന ഏകദേശം ഏർലി മോർണിംഗ് വരെ നടന്നു. ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോയി. ഏകദേശം ഒരു 4 മണി കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്ത വീടാണ്. സോ ഞങ്ങൾ ചർച്ചിന്റെ ആ ഭാഗത്തുള്ള ഡോർ തുറന്ന് നോക്കിയപ്പോൾ 2 പോലീസുകാർ തോളിൽ 2 തോക്കിട്ടിട്ടുണ്ട്, കയ്യിൽ വാളും പിടിച്ച് ഞങ്ങളുടെ ആ കോമ്പൗണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് ആ വ്യക്തി കണ്ണുകൾ കൊണ്ട് കാണുവാനിടയെ തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്പോട്ടിൽ തന്നെ ആ വ്യക്തി മാനസിക രോഗി, മെന്റലായി തീരുവാനിടയെ തീർന്നു. എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണ്, അദ്ദേഹത്തെ ആ ആന്റിയുടെ മരണം വരെ അവര് തിരിച്ച് ലൈഫിലേക്ക് മടങ്ങി വന്നിട്ടില്ല. വചനം പറയുന്നു ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി തന്റെ ദൂതന്മാരെ അയക്കുന്നു എന്നതിന് ഞങ്ങൾ ഉത്തമ സാക്ഷികളാണ്. ഇതൊരു സ്റ്റോറി അല്ല, ഇത് ഞങ്ങളുടെ അനുഭവമാണ്. ഹല്ലേലൂയ. 1-2 ദിവസമല്ല, ഒത്തിരി നാളുകൾ ആ ദൂതന്മാർ ഞങ്ങളെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും ഈ ആന്റി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ 2 പോലീസുകാരെ അവര് കാണും. അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു, പഞ്ചായത്തിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അവരൊക്കെ ഒന്ന് നോക്കി ഉപദേശിച്ച് ഞങ്ങൾക്കെതിരെ പോലീസുകാരെ അവിടെ നിർത്തിയേക്കാണ്, ഞങ്ങൾ ഉപദ്രവിക്കാണെന്ന് പറഞ്ഞ് അവര് നോക്കുമ്പോൾ ഇവിടെ ആരും കാണാനില്ല. പക്ഷെ അവിടെ കണ്ണിൽ ഇവരെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ബെസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് നല്ല ലഞ്ച്, വൈകുന്നേരം ആവുമ്പോൾ നല്ല ഡിന്നർ ഈ പോലീസുകാർക്ക് എന്ന് പറഞ്ഞ ഈ ദൂതന്മാർക്ക് അവർ കൊണ്ടുവയ്ക്കുമായിരുന്നു. എന്നിട്ട് അതുപോലെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പറഞ്ഞതിന്റെ അർത്ഥം ആ ആന്റി വർഷങ്ങൾ, എനിക്കൊന്ന് 1-2 വർഷങ്ങള് അവിടെ താമസിച്ചു. പക്ഷെ ആ സമയമെല്ലാം ആ ദൂതനെ അവർ കാണുന്നുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾ പ്രതിസന്ധി കൂടി കടന്നു പോകുന്നതായിരിക്കാം, ഒരുപക്ഷെ കഷ്ടത കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ മാനുഷ്യ സഹായങ്ങൾ നമുക്ക് ലഭിക്കാത്തൊരു അനുഭവമായിരിക്കാം. പക്ഷേ നമ്മൾ ദൈവവചനത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുവാനിടയിൽ തരും. ദൈവം തന്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അയക്കുക. ആര് വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവശക്തനാണ്. അത് മാത്രമല്ല, ഒരു പ്രാവശ്യമല്ല, വേറെ അനുഭവം ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ദൂതനെ ദൈവം അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് വേറെ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് ദൈവം പറഞ്ഞതനുസരിച്ച് വന്ന് ചില നാളുകൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ദിവസം എന്റെ കുഞ്ഞാങ്ങളയ്ക്ക് ന്യൂമോണിയ ബാധിക്കേണ്ടത്. ഞങ്ങൾക്കറിയാം ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. വസ്ത്രമാകട്ടെ, ഫുഡാകട്ടെ, ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. സോ ആ കുഞ്ഞിന് എന്റെ ഏറ്റവും ഇളയ ആങ്ങള സാം എന്ന പേര്, അവന് ഇതുപോലെ ന്യൂമോണിയ വരുവാനായിട്ട് തീർന്നു. ന്യൂമോണിയ വന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. അവിടെ ഏകദേശം 1 മാസത്തോളം ICUവിലായിരുന്നു. സോ അവർക്ക് ഡിസ്ചാർജ് ആവുന്നില്ല. എന്നാൽ മരണത്തോട് മല്ലടിക്കുകയാണ് കുഞ്ഞ്. പപ്പ രാവിലെ പോകും, രാത്രി തിരിച്ചു വരും, ചില രാത്രി അവിടെ കിടക്കുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു ആ മാസങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മനുഷ്യൻ, ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം വിശ്വാസത്തിൽ വന്ന ഒരു അമ്മച്ചിയുടെ വീട്ടില് ഞങ്ങൾ 4 മക്കളെ ആക്കിയിട്ട് പപ്പ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. സോ ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു നല്ല വൈറ്റ് ഡ്രസ് ഇട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു വെളുത്തൊരു മനുഷ്യൻ, വെള്ള ഡ്രസ്സാ, അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഈ കാണുന്ന ആ ബിൽഡിങ്ങിൽ, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ ഷെഡാണ്, ചെറിയൊരു ഷെഡാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ആ ഷെഡിലുള്ളവർ എന്ത് ചെയ്യും ചോദിച്ചു, ആ കാണുന്ന വീട്ടിലുള്ളവർ എന്ത് ചെയ്യും ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇതുപോലെ 1 മാസമായി ഒരു ചെറിയ കുഞ്ഞിന് സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് പാസ്റ്റർ അവിടെ, ഉപദേശി ഇവിടെ ഇല്ല, പോയിരിക്കുവാണ്, അവര് ഹോസ്പിറ്റലിലാണ്. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞു അത് രോഗമല്ല. ഈ ഒരു ശബ്ദം പറഞ്ഞു, അത് രോഗമല്ല, വരുമ്പം പറഞ്ഞേക്ക് ഇത് രോഗമല്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞത് അന്നേരം ഈ അമ്മച്ചി പറഞ്ഞു, അവിടെ മക്കളെ ഈ നിൽക്കുന്ന 4 കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നോക്കി ജസ്റ്റ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ജസ്റ്റ് ടേൺ ചെയ്ത് ഞങ്ങളുടെ കണ്ണിന് മറയപ്പെടുവാനായിട്ട് തന്നു. ഞങ്ങൾ ഓടുന്നു, ആ മനുഷ്യൻ എങ്ങോട്ട് പോയി, ഞങ്ങളുടെ മുന്നേ ഗായപ്പായി, ഞങ്ങളുടെ മുന്നേ കാണാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ ഞങ്ങൾ അവിടെ ഓടി അന്വേഷിച്ചു, പക്ഷെ ആ മനുഷ്യനെ പിന്നീട് ഞങ്ങൾ കണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുവാനായിട്ട് തന്നു. ഞാൻ പറഞ്ഞ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യം മുൻപാകെയും ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൂതനെ അയക്കേണ്ട സ്ഥാനത്ത് ദൈവം ദൂതനെ അയക്കും. അഭിഷക്തന്മാരെ അയക്കേണ്ട സ്ഥാനത്ത് അഭിഷക്തന്മാരെ അയച്ച് തന്റെ മക്കളെ ബലപ്പെടുത്തുകയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ ദൈവം സർവശക്തനാണ്, ജീവനുള്ള ദൈവമാണ്.
ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. ഞാൻ ഈ പ്രൊട്ടക്ഷന്റെ കാര്യം വേണമെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം അങ്ങനെ സിറ്റുവേഷനാണ് ഞങ്ങൾ അവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുകയും അത് കണ്ടിന്യൂ ചെയ്യും. ഇന്ന് അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങൾ മുന്നേ, ഒരു ഏകദേശം ഒരു 2 വർഷത്തിന് മുന്നേ പപ്പായുടെ സ്കൂട്ടർ തല്ലിപ്പൊട്ടിക്കടെ തീർന്നു. ഞാൻ വിസിറ്റിങ്ങിന് പോയ അവിടെ വെച്ചിട്ട് പോയ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇന്നും വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ദൈവകൃപയാൽ അവരെ ഇന്നും അവിടെ നിർത്തി ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കറിയാം, ഞങ്ങള് ദൈവം റിയൽ കാക്കയെ തന്നെ ഭക്തന്മാർക്ക് വേണ്ടി അയക്കാറുണ്ട്. നമുക്കറിയാം ബൈബിളിൽ ഏലിയാവിന് വേണ്ടി ദൈവം ഒരു കാക്ക അയച്ചതുപോലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കാക്ക അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ 7 പേരാണ്. സോ ഞങ്ങൾക്ക് ഒത്തിരി ഡ്രസ്സും കാര്യങ്ങൾ കാണും അലക്കാനൊക്കെ. അങ്ങനെ ഒരു ദിവസം മമ്മി എപ്പോഴും പറയാറുണ്ട്, ഏലിയാവിന്റെ ദൈവം എന്നും ജീവിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. ഒരു ദിവസം ഇങ്ങനെ 2-3 ദിവസത്തെ തുണി ഇങ്ങനെ ഒത്തിരി കൂടുതലായി, കാരണം സോപ്പില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തുണിയെല്ലാം കൊണ്ട് കിണറിന്റെ കരയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കർത്താവ്, ഏലിയാവിന് ആ ഒരു ആഹാരമായിരുന്നു ആവശ്യം, പക്ഷെ എനിക്ക് ഇപ്പോൾ ആവശ്യം സോപ്പിന്റെ ആവശ്യമാണ് എന്ന് ഞങ്ങളുടെ മുന്നേ വെച്ച ഈ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത്, ദൈവം തന്റെ കാക്ക അയക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് 2 മിനിറ്റ് കഴിയുന്നത് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കാക്ക എവിടെ നിന്നോ തുണി കഴുകുന്ന സോപ്പ് കൊണ്ട്, പുതിയ സോപ്പ്, ആരും ഉപയോഗിക്കാത്ത ഒരു സോപ്പ് കൊണ്ട് ഇട്ടിട്ട് പറന്നു പോയിട്ട് തീർന്നു. ഇത് ഒരിക്കലല്ല, 2-3 പ്രാവശ്യം ഞങ്ങളെ കണ്ണാൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദൈവം ആരാണ്? ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ മധ്യ ദൈവം നമ്മെ പുലർത്തുവാൻ ശക്തനാണ്. ഇങ്ങനെ ഓർക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ കരുതിയ ചില വിധങ്ങളെ ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങള് ചെറുപ്രായത്തില് ഞങ്ങൾക്കറിയാം, ഒത്തിരി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളെ വളർത്തിയത്. വിശ്വാസ ലൈഫ് ഞങ്ങളെ പഠിപ്പിച്ച മാതാപിതാക്കളാണ്. ഞങ്ങൾക്കറിയാം, ആഹാരത്തിൽ വല്ലാണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങള് ആഹാരം, തലേദിവസങ്ങളൊക്കെ ആഹാരം കുറവായിരുന്നു. സോ ഒരു ദിവസം ഞങ്ങള്, ഒരു ശനിയാഴ്ച, ഞങ്ങൾക്ക് അന്ന് അവധിയാണ്. സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല, ഒരൊറ്റ സാധനം വീട്ടിനകത്തില്ല. സോ മമ്മി പറഞ്ഞ്, വാ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ 5 കുഞ്ഞുങ്ങളെ റൂമിലേക്ക് ആയിട്ട് ഡോർ അടച്ച്, ഞങ്ങൾക്ക് ഒറ്റ മെയിൻ ഡോറിന് ഒന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ആ ഡോർ മീൻസ് ചെറിയ വീടാണ്, ഞങ്ങൾക്ക് ഒറ്റ ഡോറേ ഉള്ളൂ. ഞങ്ങൾ ഡോർ അടച്ച് കിച്ചണിൽ പോയി തീ കത്തിച്ച് വെള്ളം വെച്ചു. കാരണം അതിനകത്ത് ഇടാനൊന്നും തന്നെ ഇല്ല, അരിയില്ല, വേറെ ഒന്നുമില്ല. സോ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ മുട്ടുമടക്കി ഞങ്ങൾ മുഴങ്കാൽ, ഞങ്ങൾ 6 പേരും ഇരുന്നു. പപ്പ വീട്ടിലില്ല, പപ്പ പുറത്ത് ഒരു ആവശ്യമായിട്ട് പോയിരിക്കുകയാണ്. ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡോറിൽ വന്ന് ആരോ ഒന്ന് നോക്ക് ചെയ്ത് കൊട്ടി. സോ ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ അമ്മ പോയി ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ച, ഒരു ആന്റി, ഒരു വിധവയായ ആന്റി, ഒരു ചാക്ക് സാധനം കയ്യിൽ ഒരു കിറ്റുമായിട്ട് നിൽക്കുകയാണ്. ദൈവം എന്നോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ആക്ച്വലി ഈ സമയത്ത് ആന്റി ജോലിക്ക് പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് ദൈവം പറഞ്ഞു, നിങ്ങൾ ഉപദേശിയുടെ വീട്ടില് കുഞ്ഞുങ്ങൾക്ക് സാധനം, 1 മാസത്തെ സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ്, അതോടൊപ്പം തന്നെ ചോക്ലേറ്റ്, ചില കാര്യങ്ങൾ, ചില അന്നേരം നമുക്ക് ആവശ്യമായതൊക്കെ ആ ആന്റിയിൽ കൂടി ദൈവം പ്രവർത്തിക്കാനായിട്ട് തരണം. ഇതുപോലുള്ള ഒത്തിരി 100 കണക്കിന് ദിവസങ്ങളില് ഞങ്ങളുടെ ജീവിതത്തില് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാൻ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ചെറുപ്രായത്തില് ഞങ്ങൾക്ക് കിടക്കാൻ അങ്ങനെ പായോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങളുടെ അമ്മ തന്റെ സാരി ഒരു ഭാഗം ഞങ്ങളുടെ അടിയിലേക്ക് ഇടും, അതായത് ഫ്ലോറിലിട്ടിട്ട് ഞങ്ങൾ 5 മക്കളെയും കിടത്തിയതിനു ശേഷം ആ സാരിയുടെ മറുഭാഗം കൊണ്ട് കവർ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുനീരോട് പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് യുഗത്തിൽ കരുതുവാൻ ഒന്നുമില്ല, പക്ഷെ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ ദൈവം കരുതണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് പലപ്പോഴും ഞങ്ങളുടെ ആ കണ്ണുനീരുകൾ ഞങ്ങളുടെ തലയിൽ വീണിട്ടുണ്ട്. ചില സമയങ്ങൾ ഞങ്ങളുടെ കാലിൽ, പാദങ്ങളിൽ വീണിട്ടുണ്ട്. പക്ഷെ ദൈവം ആർക്കും കടക്കാരനല്ല. ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്ന് കർത്താവിന്റെ വേലയിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളില് ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ കർത്ത കൊണ്ടെത്തിക്കട്ടെ തന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാൻ ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതുവാൻ നമ്മുടെ ലൈഫിൽ ഒന്നും തന്നെ ഇല്ലായിരിക്കാം, പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. തക്ക സമയമാകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കരുതുവാൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ മാനുഷിക കാര്യങ്ങൾ നമ്മോട് കൂടെ ഇല്ല എങ്കിലും, നമ്മെ മനസ്സിലാക്കുവാൻ ആരുമില്ല എങ്കിലും, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്.
അതോടൊപ്പം തന്നെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് എന്റെ വിദ്യാഭ്യാസ സമയത്താണെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ സാഹചര്യമായപ്പോൾ ഞാൻ ഒത്തിരി ശാരീരമായി ഒത്തിരി അൺഹെൽത്തി ആയിപ്പോയി. ഞാൻ ഒത്തിരി ശാരീരമായി ബുദ്ധിമുട്ടിലേക്ക് പോയിടത്തുന്നു. ഡോക്ടർ പറഞ്ഞു അധികം നാൾ ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ തരാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ഞങ്ങള് ഒത്തിരി നാളും ഈ ഹാളിൽ കിടന്നുകൊണ്ട് ഒത്തിരി തണുപ്പടിച്ചിട്ട് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനിടയിൽ അങ്ങനെ പക്ഷേ ദൈവം മരണത്തിൽ നിന്നൊക്കെ വിടുവിച്ച് ഇത്രത്തോളം ദൈവം ഞാൻ ഇന്ന് ആയുസ്സും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. എന്റെ വിദ്യാഭ്യാസം പറയുകയാണെങ്കിൽ കാരണം അവിടെ ഒത്തിരി പാവപ്പെട്ട ഏരിയയാണ്, പാവങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. സോ അനേകർ വന്ന് പപ്പയുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ പപ്പ അവർക്ക് പലിശയ്ക്ക് പൈസയൊക്കെ എടുത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. പക്ഷെ ഞങ്ങൾ പപ്പയോട് ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും പറയാറില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ അതിൽ ഒരു അനുഭവം പറയാം. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കറിയാം ബുക്കും പുസ്തകമൊക്കെ നമുക്ക് മേടിക്കാനുള്ള സാഹചര്യമൊക്കെ കുറവാണ് ആ സമയത്ത്. സോ മമ്മി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് നോട്ടീസ്, അന്ന് കൺവെൻഷൻ നോട്ടീസ് ഒത്തിരി ഞങ്ങളുടെ വീട്ടിൽ കിട്ടും. ആ നോട്ടീസിനെ അതിനെ ഈ പായിൽ നിന്നുള്ള നൂലെടുത്തിട്ട് അതിനെ ബുക്കാക്കി ഞങ്ങൾക്ക് കെട്ടി തന്നു വിടുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് നാണക്കേടാ മറ്റുള്ളവരുടെ നല്ല ബുക്കൊക്കെ വെച്ച് പഠിക്കുമ്പോൾ. ഞങ്ങൾ വളരെ നാണക്കേടോടുകൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ ഇത് ഉപയോഗിക്കുന്നത്. കാരണം അന്ന് ഞങ്ങൾക്ക് പപ്പയോട് പറയാൻ ഞങ്ങൾക്ക് അറിയാം, സാഹചര്യം അറിയാന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പപ്പയോട് അങ്ങനെ അധികം ചോദിക്കാറില്ല. ഞങ്ങൾ ആരും തന്നെ ചോദിക്കാറില്ല. പക്ഷേ പപ്പ മറ്റുള്ളവർക്ക് വേണ്ടി പപ്പ ചെയ്യുമായിരുന്നു. ഇതെന്റെ ആങ്ങളമാർക്ക് കഴിഞ്ഞ ഇടവരെ അല്പം വിഷമമുണ്ടായിരുന്നു. സ്വന്തം മക്കൾക്ക് വേണ്ടി പപ്പ ഒന്നും ചെയ്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പരാതിയും പരിഭവമില്ല. അന്ന് വലിയ പരാതി ഒന്നുമില്ല, കാരണം ഞങ്ങൾക്ക് സാഹചര്യം അറിയായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഫീസ് കൊടുക്കും. നമുക്കറിയാം ഏകദേശം ഒരു 150-200 രൂപ ഫീസ് എല്ലാ മാസവും കൊടുക്കണ്ട. സ്കൂളിൽ അത്രയും ഫീസ് കെട്ടണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിച്ചത്. പക്ഷെ എന്തോ ഇങ്ങനെ ഫീസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ വീട്ടിൽ വന്ന് ചോദിക്കത്തില്ല. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ എഴുന്നേൽപ്പിച്ച് നടത്തുകയായിരുന്നു. പൈസ കൊണ്ടുവരാത്തവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അതിന്റെ കൂടെ ഏകദേശം 10-15 പേര് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും പിറ്റേ ദിവസം അതിൽ പകുതി പേരും പൈസ കൊണ്ടുവന്നു. അപ്പോഴും ഞങ്ങൾ 3-4 പേരായി. അതിന്റെ പിറ്റേ ദിവസം പറഞ്ഞു നിങ്ങൾ നാളെ പുറത്ത് നടത്തും, വെയിലത്ത് നടത്തും, പൈസ കൊണ്ടുവരണം. പക്ഷെ എനിക്ക് വീട്ടിൽ ചോദിക്കാൻ മടി. കാരണം വീട്ടിലെ സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് വീട്ടിൽ ചോദിക്കാൻ മടി. ചോദിച്ചാൽ പപ്പ തരും, പക്ഷെ എനിക്ക് ചോദിക്കാൻ ഒരു മടി. പക്ഷേ അതിന്റെ പിറ്റേ ദിവസം വെയിലത്ത് നിർത്തി. കാരണം ഞാൻ മാത്രം ശേഷിച്ചു. ആ വെയിലത്ത് നിർത്തി ഞാൻ തലകറങ്ങി വീഴുവാനിടയിൽ. പക്ഷെ എനിക്കൊക്കെ പ്രിയമുള്ള ഞാൻ ആ സമയം എന്റെ അകത്ത് വലിയൊരു ഹർട്ട് ഉണ്ടാവാനിടയിൽ. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് ദൈവകൃപയാൽ ആൻഡമാനിൽ നല്ല സ്കൂളിൽ പഠിക്കുവാൻ ദൈവം അവസരം ഒരുക്കി. ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ ഒത്തിരി കഷ്ടം അനുഭവിച്ചു. ബാഗില്ലാതെയും ശരിക്കും എല്ലാ രീതിയിലും ഞങ്ങൾ ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ സഹോദരങ്ങളുടെ തലമുറകളായിരുന്നല്ലോ ദൈവം മാനിക്കേണ്ടത്. വചനം പറഞ്ഞു എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഒരുപക്ഷെ ആ സമയത്ത് കഷ്ടങ്ങൾ കൂടി പോകേണ്ടി വന്നായിരിക്കാം. പക്ഷെ ദൈവം കൈവിടുന്ന ദൈവമല്ല, ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം തലമുറകളെ മാനിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഉത്തമ സാക്ഷികളാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ചെറുപ്രായത്തിലോ അനുഭവങ്ങൾ പറഞ്ഞാല് മണിക്കൂറുകളുണ്ട്. പക്ഷെ ഞാൻ എന്റെ ചെറുപ്രായത്തിൽ അനുഭവം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു, ഒരിക്കലും കർത്താവിന് വേല ചെയ്യത്തില്ല. എനിക്ക് പഠിക്കണം, നല്ല ജോലി മേടിക്കണം, പപ്പായെ സഹായിക്കണം, ഒത്തിരി പേരെ സഹായിക്കണം. ഇതായിരുന്നു എന്റെ ആഗ്രഹം. സോ എന്റെ അകത്ത് ഭയങ്കര ശക്തമായ തീരുമാനമായിരുന്നു, ഞാൻ ഒരിക്കലും സുവിശേഷ വേല ചെയ്യുകയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാരണം എനിക്കങ്ങ് എന്താ പറയുക, എന്തോ ഒരു നെഗറ്റീവ് എന്റെ അകത്ത് എവിടെയോ ഫീൽ ചെയ്ത്, കഷ്ടതയും നിന്ദയും പരിഹാസവും, അതുപോലെ തന്നെ എന്നും തെറിവിളിയാ. അതുപോലെ തന്നെ ആഹാരമായിരുന്നാലും വസ്ത്രമായിരുന്നാലും. എനിക്ക് വസ്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സ് ഞാൻ 6 മാസം ഇട്ടിട്ടുണ്ട് സ്കൂളില്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന വേറെ കൊച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് ഈ ഒരു ഡ്രസ്സേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് ഓടിപ്പോയതൊക്കെ അന്ന് ഞാൻ ഓർക്കുകയാണ് അന്ന് നടന്ന സംഭവം. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഒത്തിരി നല്ല ഡ്രസ്സുകളൊക്കെ ദൈവം തന്നു. ദൈവം ആർക്കും കടക്കാരനല്ല.
ഇങ്ങനെ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം കടന്നു പോയത് കൊണ്ട് എനിക്ക് ഒത്തിരി സുവിശേഷ വേല ചെയ്യുന്നതിനോട് എനിക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അകത്ത് ഒരു തീരുമാനമായിരുന്നു, എനിക്ക് പഠിക്കണം, എനിക്ക് ഉന്നത തലങ്ങളിൽ എത്തണം. പപ്പയുടെ ആഗ്രഹമായിരുന്നു എന്നെ നേഴ്സിംഗിന് പഠിപ്പിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ 10ാം ക്ലാസ്സിന്റെ ഏകദേശം ബോർഡ് എക്സാമിന് മുന്നേ ഞങ്ങൾക്ക് ഒരു IPCയുടെ ഒരു 1 ഡേ ക്യാമ്പ് കാട്ടക്കട BR ബില്യം ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ക്യാമ്പസിൽ വെച്ച് അവിടെ ഒരു മീറ്റിംഗ് നടക്കുവാനായിരുന്നു. അന്ന് പ്രസംഗിക്കാൻ വന്നത് രാമേശ്വരത്തുള്ള പൗലോസ് എന്ന് പറഞ്ഞ ദൈവദാസനാണ് അന്ന് മെസ്സേജ് തരുവാൻ വന്നത്. സോ അദ്ദേഹം മെസ്സേജിൽ എന്താണോ ഉച്ചയ്ക്ക് ശേഷം യങ്സ്റ്റേഴ്സിനുള്ള ഒരു പ്രത്യേക ചലഞ്ചിങ് മെസ്സേജ് ആയിരുന്നു. അന്നേരം കുഞ്ഞുങ്ങളെ ഞങ്ങളെല്ലാം വേറൊരു സെക്ഷനിലേക്ക് മാറ്റി മെസ്സേജ് എല്ലാം തന്നു. മെസ്സേജ് തന്നു. അദ്ദേഹം കോളിംഗ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയാനെടുത്തുന്നു, യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. യേശു തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. അത് നാം രക്ഷപ്പെട്ടു. ഈ സത്യം നാം അറിഞ്ഞു. നമ്മളൊക്കെ നിത്യതയ്ക്ക് അവകാശികളെ. എന്നാൽ ഈ സത്യം അറിയാതെ വണ്ണം നമ്മുടെ ഇന്ത്യയിൽ യേശുവിനെ അറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവിടേക്ക് പോകുവാൻ ആർ തയ്യാർ? ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ രക്തം കൊടുക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നായിരിക്കാം, കൊടുക്കേണ്ടി വരുമായിരിക്കാം. പക്ഷെ യേശുവിനെ അറിയാത്തിടങ്ങളിലേക്ക് പോകുവാൻ ആർ തയ്യാറെന്നുള്ള ആ ഒരു ഔട്ടർ കോളിങ്ങിന് മുൻപാകെ അകത്തളങ്ങളിൽ എവിടെ നിന്നോ ഒരാൾ ഫോഴ്സ് ചെയ്യുന്ന പോലെ, കർത്താവെ യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുവാൻ കർത്താവെ ഞാൻ തയ്യാറെന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനെടുത്തുന്നു. ഞാൻ മുന്നോട്ടൊന്നും പോയില്ല. പക്ഷെ അത് എന്റെ അകത്തേക്ക് അത് ആ ഒരു ദൈവശബ്ദം എന്നെ ഭയങ്കര ചലഞ്ച് ചെയ്തു. ഞാൻ ആ സമയത്ത് കരയാൻ തുടങ്ങി. യേശുവിനെ അറിയാത്തവരുടെ ആ ഒരു അവസ്ഥ, കർത്താവേ, അവർ നിത്യത നഷ്ടപ്പെട്ട് നിത്യ നരകത്തിന് യോഗ്യരാവുമല്ലോ, അവർ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ളൊരു വലിയൊരു ഭാരം എൻ്റെ അകത്തേക്ക്, ആത്മഭാരം അവരുടെ എത്തുന്നു. പിന്നെ അതിനുശേഷം 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു, +1 കഴിഞ്ഞു, +2ലേക്ക് വന്നപ്പോൾ എൻ്റെ അകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വേദനയാണ്. കർത്താവ്, യേശുവിനെ അറിയാത്ത അടുക്കലേക്ക് പോകണം, ആ യേശുവിനെ പറ്റി അറിയണം, യേശുവിന് വേണ്ടി മരിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. ഇതായിരുന്നു എൻ്റെ അകത്ത് ശക്തമായ തീരുമാനം. പക്ഷെ പപ്പയുടെ ആഗ്രഹമായിരുന്നു എന്നെ നേഴ്സിംഗിന് വിടണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പോലെ അവൾ പ്രയോജനപ്പെടട്ടെ. ഇതാണ് പപ്പയുടെ തീരുമാനം. എന്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, മോളെ നിനക്ക് നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്, കാരക്കോണം ഹോസ്പിറ്റലിലാണ് അഡ്മിഷൻ ആവുന്നത്, ഏകദേശം 50,000 രൂപ കെട്ടിവെക്കണം. അങ്ങനെ എന്റെ എല്ലാ ക്രമീകരണം ചെയ്തു. എനിക്ക് ഏകദേശം അഡ്മിഷൻ ആകാറായി. ആ സമയത്ത് ഒരു രാത്രി ദൈവം എന്റെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു ശബ്ദം കേൾക്കുകയാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഞാൻ അടുത്ത് കേൾക്കുന്ന ശബ്ദം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കൽ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഈ വചനം പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്ന ഒരു ദർശനവും കണ്ടു, ദൈവശബ്ദം കേൾക്കുകയും എന്റെ ശരീരത്തിൽ വലിയൊരു അസാധാരണമായ ദൈവശക്തി എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുവാനെത്തുന്നു. എനിക്ക് അന്ന് ഒരു 17 വയസ്സ് കഴിഞ്ഞ ആ സമയമാണ്. സോ ഞാൻ രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് പപ്പയോട് പറഞ്ഞു, പപ്പ, ഞാന് നേഴ്സിംഗിന് പോകുന്നില്ല, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നു. പപ്പ പറഞ്ഞു, അതൊരിക്കലും പറ്റത്തില്ല. എനിക്ക് 5 മക്കളാണ്, 4 ആൺമക്കള്, നീ ഒരു മോളേ ഉള്ളൂ. നിനക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഒരു പാസ്റ്ററെ കൊണ്ട് വിവാഹം ചെയ്യിക്കാം, അത് കഴിഞ്ഞിട്ട് നീ സുവിശേഷ വേല ചെയ്തോ, പക്ഷെ ഇപ്പം പോയി പഠിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് കർത്താവിന്റെ വേല ചെയ്താൽ മതി, എനിക്ക് നേഴ്സിംഗിന് പോകണ്ട. വീട്ടിൽ അല്പമായ പ്രശ്നങ്ങൾ ഇടയായിത്തീർന്നു. പപ്പ പറഞ്ഞു, ഒരിക്കലും അത് സംഭവിക്കത്തില്ല, നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പപ്പയ്ക്ക് സുവിശേഷ വേലയോട് വിരോധമൊന്നുമല്ല, പക്ഷേ പപ്പയുടെ ആഗ്രഹമായിരുന്നു ഞാൻ നേഴ്സിംഗിന് പഠിച്ചതിന് ശേഷം പിന്നെ നല്ല ദേവദാസനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന തീരുമാനം. പക്ഷെ എന്റെ തീരുമാനമായിരുന്നു എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. അതിനുശേഷം ഞാൻ ആഹാരം ഉപേക്ഷിച്ചു, ഭയങ്കര ശക്തമായി പ്രാർത്ഥനയിൽ തുടർന്ന്, കർത്താവെ, ദൈവമാണ് എന്നോട് സംസാരിച്ചെങ്കിൽ പപ്പയുടെ മനസ്സിനെ കർത്താവ് മാറ്റണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞ് പപ്പയ്ക്ക് മനസ്സിലായി ഞാൻ പിന്മാറത്തിലാന്ന് മനസ്സിലായപ്പോൾ പപ്പ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം. അങ്ങനെ പപ്പ തന്നെ എന്നെ എറണാകുളത്തുള്ള ഒരു ബൈബിൾ കോളേജിൽ കൊണ്ട് ചേർക്കുവാനായി തന്നു. പക്ഷെ ആ സമയങ്ങളിൽ ഞാൻ പപ്പയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പപ്പ, എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, ദൈവം എന്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് പപ്പയോട് ഞാൻ ധൈര്യത്തോടും ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷെ നാളത്തെ എന്തെന്ന് ചിന്തിക്കാതെ ഞാൻ ഇങ്ങനെ പറയേണ്ടി തോന്നുന്നു. എനിക്കറിയാം, ഒരു പെൺകുഞ്ഞാണ്, പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. പക്ഷെ അന്ന് ഞാൻ ഒന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പപ്പയോട് പറയാനിട തോന്നുന്നു. പപ്പ എന്നെ 20 രൂപ എന്റെ കയ്യിൽ തന്നിട്ട് ബൈബിൾ കോളേജിൽ കൊണ്ടാക്കി 20 രൂപ എന്റെ കയ്യിൽ തന്നേച്ച് പപ്പ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുവാണ്ടേ തീർന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ അവിടെ ചെന്നപ്പോഴും മനസ്സിൽ ഫീസ് അടയ്ക്കണം,
മെസ് ഫീസ് ഉണ്ട്, ട്യൂഷൻ ഫീസ് ഉണ്ട്, ഒത്തിരി നീഡ്സ് ഉണ്ട് അവിടെ. എല്ലാ ഞാൻ എൻ്റെ 20 രൂപയുണ്ട്, ഓഫറിങ് ഇടണം, മിനിസ്ട്രിക്ക് പോകണം, ഒത്തിരി ആവശ്യമുണ്ട്. പപ്പയോട് ചോദിക്കാൻ പറ്റുകയില്ല, ആരോടും ചോദിക്കാൻ പറ്റുകയില്ല. ഈ സമയത്താണ് എൻ്റെ ചെറുപ്രായത്തില് മാതാപിതാക്കൾ കാണിച്ചെന്ന ചില പാഠങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടുവാനെടുത്തുന്നു. വിശ്വാസത്തിന്റെ പാഠങ്ങള് എന്നെ ദൈവം ട്രെയിൻ ചെയ്യാനെടുത്തുന്നു. ആ ഒരു 3 വർഷത്തിന്റെ കാലയളവില് കർത്താവിനെ ട്രെയിൻ ചെയ്യാനെടുത്തുന്നു. ആദ്യത്തെ വർഷം ഫീസ് കൊടുത്താൽ ഇന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വേണ്ടി ഫീസിന് വേണ്ടി കർത്താവ് വഴികൾ ഒരുക്കണമേ. ഇന്നും എനിക്കറിയത്തില്ല ആരാ എനിക്ക് കൊടുത്തതെന്ന്. 10-ാം തീയതി ആകുമ്പോൾ എന്റെ കയ്യിൽ റെസിപ്റ്റ് കിട്ടുമായിരുന്നു. 2ാമത്തെ വർഷം ഒരു ഫാമിലി, അവിടുത്തെ ചർച്ച്, എറണാകുളത്തുള്ള ഒരു ചർച്ചിലെ ഒരു ഫാമിലി തന്നെ എഴുന്നേറ്റു എനിക്ക് വേണ്ടി ഫീസ് കൊടുത്തു. എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് ആ ഫാമിലി എനിക്ക് വേണ്ടി മെസ് ഫീസും ട്യൂഷൻ ഫീസും കൊടുത്തതെന്ന്. 3ാമത്തെ വർഷമായപ്പോൾ 2ാമത്തെ വർഷമായപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് എറണാകുളത്തുള്ള ഒരു ഫാമിലി ഞാൻ എഴുന്നേൽപ്പിക്കുക, നിന്റെ ഫീസ് അടയ്ക്കുവാൻ തക്ക രീതിയിൽ. അങ്ങനെ 3ാമത്തെ വർഷം ഒരു വ്യക്തി കോളേജിലേക്ക് വരികയും ആ വ്യക്തി പറഞ്ഞു, ഈ വർഷത്തെ ഫുൾ ഫീസ് ഞാൻ നിനക്ക് വേണ്ടി അടച്ചുകൊള്ളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്റെ താല്പര്യം, ഈ എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രേക്ഷകരെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തക്ക സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തനത്രേ. വിശേഷിച്ച് ചിലവർക്ക് ദൈവം സ്വപ്നത്തിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി, എന്റെ പേരും അഡ്രസ്സും കോളേജിന്റെ അഡ്രസ്സും വെളിപ്പെടുത്തിയിട്ട് ചിലർ ദൈവം ആ കാലഘട്ടത്തിൽ ദൈവം അയച്ചിട്ടുണ്ട്. 2ാമത് ചിലർക്ക് ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയോഗം കൊടുത്തു എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാന്. നമുക്കറിയാം ബുക്സ് ആവശ്യമുണ്ട്, അസൈൻമെന്റ് സാധനങ്ങൾ ആവശ്യമുണ്ട്, ഒത്തിരി നീഡ്സ് ഉണ്ട്. നമുക്കറിയാം കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കാതെ തന്നെ കർത്താവ് ഞങ്ങളെ ക്ഷേമത്തോടുകൂടി പരിപാലിക്കുകയിടയിൽ തന്നു. ഈ കാലഘട്ടത്തിൽ എന്റെ ലൈഫിൽ ദൈവികമായ ഒരു എൻകൗണ്ടർ ഉണ്ടാവാനിടയിൽ തന്നു. ഞാൻ ഓർത്തു, ദൈവശബ്ദം കേട്ടു ഒന്നും ചിന്തിക്കാതെ ചാടി ഇറങ്ങി. മാതാപിതാക്കളുടെ വാക്ക് കേട്ടില്ല. പൗലോസ് പറയുന്ന പോലെ ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ വണ്ണം ഞാൻ ഇറങ്ങി എന്ന് പറയുന്ന പോലെ ഞാനും ചാടി ഇറങ്ങി. പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പാടാൻ അറിയില്ല, ഒരു പ്രത്യേക കഴിവില്ല. ഞാൻ ഓർത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വലിയ കഴിവുകളൊന്നും ഇല്ല എന്ന്. പാസ്റ്ററിന്റെ മോളായതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചാപ്പലില്, നമ്മുടെ ഹോസ്റ്റലിലെ ചാപ്പലില് ഒരു മെസ്സേജ് എനിക്ക് ഇടുവാനായിട്ട് തോന്നുന്നു. മെസ്സേജ് ലിസ്റ്റിൽ എന്റെ പേര് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, വാർഡനോട് പറഞ്ഞു, ആന്റി എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. ആന്റി എനിക്കൊരു മെസ്സേജ് തയ്യാറാക്കി തന്നു. ഞാൻ ആ മെസ്സേജ് വായിച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വാർഡൻ ആന്റി ഒത്തിരി എന്നെ ഷൗട്ട് ചെയ്തു. അവര് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട്, ഈ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ വലിയ കോമൺ ചാപ്പലിലും ഹോസ്റ്റലിലെ ചാപ്പലിലും ജെ അവാർഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടി തീർന്നു. അത് മാത്രമല്ല സുഹൃത്തുക്കളിടയിൽ കോളേജിലെല്ലാം ഇതൊരു എന്റെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കേണ്ടി തീർന്നു. കാരണം എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, കഴിവില്ല, പിന്നെ എന്തിനാ നീ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയതെന്നൊരു ചോദ്യമായിരുന്നു. എന്നാല് ഞാൻ ആ സെമസ്റ്റർ കഴിഞ്ഞ വീട്ടിലേക്ക് പോകാനിട തീർന്നു. പോയപ്പോൾ പപ്പ എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്നു. അപ്പൊ ഈ പ്രസംഗിക്കാൻ അറിയത്തില്ല എനിക്ക് ശരിക്ക് വാക്യങ്ങൾ എടുത്ത് പറയാൻ അറിയത്തില്ല. അന്ന് രാത്രി പപ്പ ഒത്തിരി വഴക്ക് പറഞ്ഞു. വിശ്വാസത്തിന് മുന്നേ വെച്ച് ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു. നീ എന്നെ അനുസരിക്കാതെ പോയി, ഇപ്പം കണ്ടില്ലേ നീ എന്തായി തീരുമെന്ന് ഇങ്ങനെ ചോദിക്കേണ്ടി തീർന്നു. അന്ന് രാത്രി എന്റെ അകത്തൊരു വലിയൊരു വിഷമം വന്നു. എങ്ങനെയും മരിച്ചാൽ മതി. കാരണം പപ്പ പറഞ്ഞിട്ട് അനുസരിക്കാതെ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ആരുടെയും വാക്ക്, ഞാൻ കർത്താവിന്റെ ശബ്ദം മാത്രം കേട്ട് അതിനുവേണ്ടി ഞാൻ ഉറച്ചു നിന്നു. ഞാൻ ഇറങ്ങിത്തിരിച്ചു. അപ്പൊ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൂയിസൈഡ് ചെയ്യാനും പേടിയാ, മരിക്കാൻ പേടിയാ. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇന്ന് രാത്രി എന്റെ ജീവൻ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. ഏകദേശം മണിക്കൂറുകൾ കരഞ്ഞു. എനിക്കതിൽ എത്ര മണിക്കൂർ കരഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അർദ്ധരാത്രി ആയപ്പോൾ ഞാൻ വലിയൊരു ശബ്ദം എന്റെ ഈ ചെവികൾ കൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടു, ദാവീദിന്റെ മേൽ പകർന്ന രാജകീയ അഭിഷേകം ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു ശബ്ദത്തിന് മുൻപാകെ എന്റെ അകത്തുള്ള ആ വിഷമങ്ങള്, ഭാരങ്ങള്, നിരാശകൾ എന്റെ അകത്തുനിന്ന് മാറിയിട്ട് എന്റെ അകത്തൊരു വലിയൊരു ആത്മശക്തി, എന്റെ അകത്ത് ധൈര്യം എന്റെ അകത്ത് വരോടെ ഇടയായി തീർന്നു. ഞാൻ എന്റെ അനുഭവത്തിൽ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അനുഭവിച്ച കാര്യമാണ്. കർത്താവിന്റെ കൂടെയുണ്ട്. അന്ന് മുതൽ ദൈവ സിറ്റുവേഷൻ മാറ്റാൻ തുടങ്ങി. ഇനി ഞാൻ ആ വിവാഹത്തിന് മുന്നേ തന്നെ കേരളത്തിന്റെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകൾ കർത്താവിന്റെ വചനമായി ഓടി നടന്ന് ശുശ്രൂഷിപ്പാൻ, വിവാഹത്തിന് ഏകദേശം ഒരാഴ്ച മുന്നേ വരെ ഞാൻ ഓടി നടന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവം എത്ര മഹാനാണ്. വചനം പറയുന്നു, പൗലോസ് പറയുന്ന
പോലെ, ഒരു എന്താ പറയുക, ഒരു പൊട്ടനെ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു ഭോഷനെ പോലെ ആര് ദൈവത്തെ വിശ്വസിച്ചിട്ടുണ്ടോ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ കാണുക തന്നെ ചെയ്യുക. ഇങ്ങനെ ഒരിക്കൽ മാത്രമല്ല എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഞാൻ ഒരിക്കൽ 21 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കണം. കർത്താവെ, എനിക്ക് അങ്ങയുടെ ആ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയണം. കാരണം പൗലോസ് പാസ്റ്ററിന്റെ ഞാൻ ബുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ദൈവം ഇറങ്ങി വന്നതും സംസാരിച്ചതൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കിൽ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ഉണ്ടാകാനായിട്ട് തോന്നും. ഞാൻ പറഞ്ഞു, കർത്താവെ, അഭിഷക്തന്മാരായ പലരുടെയും അനുഭവത്തിൽ പറയുന്നു ദൈവയുടെ റൂമിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ ഫാസ്റ്റിംഗിൽ ഇരിക്കുകയാണ്. കർത്താവെ, എന്റെ റൂമിലേക്ക് കർത്താവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 20ാമത്തെ ദിവസം ഏർലി മോർണിംഗ് 3 മണിയായപ്പോൾ എന്റെ റൂമിലേക്ക് വലിയൊരു സൂര്യൻ ഇറങ്ങി വരടത്തു. അക്ഷരാർത്ഥത്തിൽ സൂര്യൻ ഇറങ്ങി വന്നു. ആ റൂം ഭയങ്കര പ്രകാശം കൊണ്ട് തന്നെ, അതൊരു സ്വർണവും വെള്ളിയും എന്താ പറയുക, ഭയങ്കര പ്രകാശം, വർണ്ണിക്കാൻ പറ്റാത്ത ഒരു പ്രകാശം, വലിയൊരു ഗോളം എന്റെ റൂമിലേക്ക് ഇറങ്ങി വരികയും ആ വെളിച്ചത്തിന് മുന്നേ എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തീർന്നു. എന്ന് വെച്ചാൽ വചനം പറയുന്ന പോലെ തന്റെ ഭക്തനെ വിളിച്ചാൽ അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ കാരണമായി തീർന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പപ്പയോട്, ഞാൻ ബൈബിൾ കോളേജിലാണ്, പപ്പയോടുള്ള മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മകൾക്ക് വലിയ സൗന്ദര്യമില്ല, ബൈബിൾ കോളേജിലാണ് പോയത്, ഭാവി എന്തായി തീരും, നാളെ എന്തായി തീരും എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര വിഷമാണ്. അവളെ എന്നെ അനുസരിക്കാതെ പോയി നാളെ അവളുടെ ഭാവി എന്തായി തീരും. പലരും പറയാൻ തുടങ്ങി അവൾക്ക് സെക്കൻഡ് മാരേജ് കിട്ടത്തുള്ളൂ, കാരണം സൗന്ദര്യമൊന്നുമില്ല. ഇങ്ങനെ പറയുന്ന ഒരു സമയമുണ്ടായിരുന്നു. ചർച്ചിലെ വിശ്വാസികളായിട്ട്, ബന്ധുക്കളിൽ നിന്നായിട്ട്, പല സുഹൃത്തുക്കളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കേണ്ടി തീർന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഞാൻ വെക്കേഷന് വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ അമ്മ എന്നെ വിളിച്ചോ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കരയുവാണ്, ഭയങ്കര ശക്തമായിട്ട് കരയുവാണ്. എനിക്ക് മനസ്സിലായി എന്തിനാ ഈ കരയുന്നതെന്ന്. സോ ഏകദേശം 1 മണിക്കൂർ ഞാനും ഇരുന്ന് പ്രാർത്ഥിച്ചു, മൗനമായിട്ട് ഇങ്ങനെ കരയുവാണ്. ആ സമയത്ത് ഞാൻ 1 മണിക്കൂർ ഞാൻ എഴുന്നേറ്റ് പോയി, വീണ്ടും എന്റെ മമ്മി പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ചർച്ചിലേക്ക് ഒരു ദൈവദാസൻ കയറി വരുവായിരുന്നു. ഞാൻ അതിന് മുന്നേ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അതിനുശേഷം അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഒരു അറിവും എനിക്കില്ല. ഈ മനുഷ്യൻ ഏകദേശം ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചർച്ചിലേക്ക് വന്ന് പപ്പ പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. പ്രസംഗിക്കാൻ കയറി നിന്നപ്പോൾ തന്നെ ഒരു ശബ്ദം പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു പ്രാർത്ഥന വിഷയമായിട്ടാണ്, ഉത്തരവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് നേരെ മമ്മിയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ടാണ് വന്നേന്ന് പറഞ്ഞിട്ട് നേരെ എന്റെ തലയിലേക്ക് കൈവച്ചു. ഞങ്ങൾ അമ്മയും മകളും ആണെന്നൊന്നും അറിയത്തില്ല. മമ്മി അച്ഛനെ വെച്ചിട്ട് പുറകിലും ഞാൻ ഫ്രണ്ടിലും ഇരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ദ്വീപ് സമൂഹത്തിലേക്ക് അയക്കും. കാരണം എന്റെ പ്രാർത്ഥനയായിരുന്നു, കർത്താവെ, ഈ പഠിത്തം ഞാൻ എങ്ങോട്ട് പോകും? കാരണം ഞാൻ പപ്പയോട് പറഞ്ഞു, എന്നെ സഹായിക്കേണ്ട ദൈവം എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, കർത്താവെ, അടുത്ത ശുശ്രൂഷ എങ്ങോട്ടാണ്, എവിടെ ഞാൻ പോകേണ്ടത്? ആദ്യം ദൈവദാസൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്നെ ദ്വീപ് സമൂഹത്തിലേക്ക് അയക്കും. അപ്പൊ എന്റെ ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, വീണ്ടും അമ്മയുടെ തലയിൽ കഴിച്ചിട്ട് പറഞ്ഞു, സെക്കൻഡ് മാരേജ് അല്ല അവള് ചെയ്യാൻ പോകുന്നത്. ദൈവം ഇപ്പോൾ ഛത്തീസ്ഗഡില് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ദൈവദാസൻ വയസ്സ്, പൊക്കം എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു ദൈവദാസൻ, ഒരു മിഷണറി വന്ന് അവളെ വിവാഹം കഴിക്കും. എന്നിട്ട് ഒത്തിരി ദൈവിക ആലോചനകൾ പറയാനായിട്ട് തീർന്നു. സോ അതിനുശേഷം എന്റെ പഠിത്തം ഞാൻ തിരിച്ച് ബൈബിൾ കോളേജിലേക്ക് പോയി. കൺഫർമേഷൻ ആയി, ഞാൻ എവിടേക്ക് അടുത്ത മിനിസ്ട്രിക്ക് പോകുന്നതെന്നും ഒക്കെ കൺഫർമേഷൻ ആയി. അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജ് പഠനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനും പലതിനായിട്ട് പോകുമായിരുന്നു. അത് ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ ഒരു ന്യൂ ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥലം, ഒരു ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മെസ്സേജിന് പോയപ്പോൾ അവിടെ എൻ്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന്റെ വൈഫിന്റെ മാതാപിതാക്കൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എന്റെ നമ്പർ അവരിൽ നിന്ന് മേടിച്ച് ഇവർക്ക് കൊടുക്കുകയും ഇവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഈ അന്നത്തെ ദിവസം ദൈവം മമ്മിയോട് പറഞ്ഞു, നിന്റെ മകൾക്ക് ഞാൻ ഒരുക്കിയ പ്രപ്പോസൽ ഇതാണെന്ന് പറഞ്ഞ് ദൈവം കാണിക്കേണ്ടേ തീർന്നു. പേരും വയസ്സും പൊക്കവും സഹിത മമ്മിയും ദൈവം കാണിക്കേണ്ടേ തീർന്നു. എന്ന് വെച്ചാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാനുഷ്യമായുള്ള ഒരു
ചിന്തകളല്ല. മനുഷ്യന് പലതും നമ്മുടെ സാഹചര്യം നോക്കി, നമ്മുടെ പുറമേയുള്ള നോക്കി പലരും പുറമെ വിലയിരുത്തുമ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കും. ഞാൻ ദൈവത്തോട് ചോദിച്ച ഒന്നേ ഉള്ളൂ, കർത്താവെ ക്യാരക്ടറിൽ സ്നേഹമുള്ള നല്ല ഒരു മനുഷ്യനെ ചോദിച്ചു. അതുപോലെ തന്നെ ഞാൻ എന്ത് ദൈവത്തോട് ചോദിച്ചോ അതുപോലെ ദൈവദാസൻ എനിക്ക് നൽകുവാനായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വിവാഹം കഴിയാത്ത കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. വചനം പറയുന്ന പോലെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ ആ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നൽകുക ദൈവത്തിന് കഴിയും. ദൈവം നിങ്ങൾക്ക് വേണ്ടി തക്കതായ തുണകളെ നൽകുക. ദൈവം സർവശക്തനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കർത്താവ് എനിക്ക് നൽകുവാനായി തരണം. അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന ഛത്തീസ്ഗഡിലേക്കാണ് പോകുന്നത്. കാരണം കർത്താവിന്റെ ദാസൻ അവിടെ മിനിസ്ട്രിയിലായിരുന്നു, ഛത്തീസ്ഗഡിലേക്കാണ് പോകുന്നത്. സോ ഞാൻ ഒത്തിരി അനുഭവങ്ങൾ, ഞാൻ ഒത്തിരി കട്ട് ഷോട്ട് ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നോടുള്ള ദൈവത്തിന്റെ ദൂത് ഇതാണ്, ഞാൻ നിന്നെ ദ്വീപ് സമൂഹത്തിലേക്ക് അയക്കുമെന്ന്. അന്നേരം പറഞ്ഞു, ആ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് പോയി. നമുക്കറിയാം ഛത്തീസ്ഗഡിന്റെ അവസ്ഥകൾ നന്നായിട്ട് നമുക്കറിയാം. എന്നാലും ഛത്തീസ്ഗഡിൽ പോയി നല്ല അനുകൂലമായ സാഹചര്യങ്ങളൊന്നും തന്നെ അല്ലായിരുന്നു. അവിടെ ഒരിക്കൽ ഞാൻ അവിടുത്തെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഭാഷ മീൻസ് പല ഭാഷക്കാരുടെ ഇടയിലേക്ക് അതിന്റെ സർവേക്ക് പോകുന്ന സമയത്ത് മഹാരാഷ്ട്രയുടെയും ഛത്തീസ്ഗഡിന്റെയും ഒറീസയുടെയും ബോർഡറായ ഒരു പ്രത്യേക ലാംഗ്വേജ് ഗ്രൂപ്പുകാർ അവിടെ ഉണ്ട്. അവരുടെ ഇടയിലേക്ക് സർവേക്ക് പോവുകയാണ് 3 ദേവദാസന്മാർ. അതായത് എൻ്റെ ഹസ്ബൻഡും വേറെ 2 ദേവദാസന്മാരും കൂടെ അവര് സർവേക്ക് വേണ്ടി പോവുകയാണ്. അതായത് ഇവർക്ക് ഏകദേശം കിലോമീറ്ററോളം വനത്തിൽ കൂടെ യാത്ര ചെയ്യേണ്ടത്, ആ സ്ഥലത്ത് എത്തേണ്ടത്, അവിടെ ആ ആദിവാസികളുടെ ഇടയിലേക്ക് എത്തേണ്ടതിന് വേണ്ടി. അവിടെ നമുക്കറിയാം ആദിവാസികളാണ്, ആദിവാസി സമൂഹങ്ങളാണ്. എന്നാൽ ഈ പോകുന്ന സമയത്ത് ഇവർ 2 ബൈക്കുകളിലായിട്ട് ഇവർ 3 പേരും കൂടെ പോകുന്നതിന് മുന്നേ തന്നെ ഇവര് വണ്ടിയെല്ലാം ശരിക്കും ചെക്ക് ചെയ്ത്, കാരണം അവിടെ വാഹനം നന്നാക്കുവാനോ അങ്ങനെ ഒരു അവിടെ ഒന്നുമില്ല, വനത്തിൽ കൂടെ പോകേണ്ടത്. ഈ പോകുന്ന സമയത്ത് കുറെ ദൂരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ബൈക്ക് അങ്ങ് ഓഫ് ആവാനായിട്ട് തീർന്നു. ബൈക്ക് ഓഫ് ആയപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇവർ ശരിക്കും ചെക്ക് ചെയ്തിട്ടൊക്കെ ഒരു കംപ്ലൈന്റ് ഇല്ല എന്ന് കൺഫേം വരുത്തിയിട്ട ഇവര് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. എന്നാല് പെട്ടെന്ന് ഇവർക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചത്. ഒരു 5 മിനിറ്റ് അവർ ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല, വണ്ടി സ്റ്റാർട്ടായി. ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവർ കണ്ട കാഴ്ച, ഇവർ പോകേണ്ട ആ റോഡ് എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് നമുക്കറിയാം കച്ച റോഡ്, അതെല്ലാം പൊട്ടി തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. ചില ജവാന്മാര്, പട്ടാളക്കാർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ഇവർക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് തോക്കുധാരികളായ ഒരു കൂട്ടം പട്ടാളക്കാർ ഇവരുടെ അടുക്കിലേക്ക് ഓടി വന്നു. ഇവര് തോക്കും ചൂണ്ടി ഇവര് ഓടി വന്നു. ഇവർക്കൊന്നും മനസ്സിലായില്ല. അവരോർത്ത് ഇവര് നക്സലൈറ്റുകാർ. നമുക്കറിയാം ഛത്തീസ്ഗഡ് ഒത്തിരി നക്സലൈറ്റുകാരുടെ ഏരിയ ആണ് ആ ഏരിയക്ക്. അപ്പോൾ ഇവർ തോക്കും ചൂണ്ടി വന്നു. ഇവർക്കാണെങ്കിൽ ഇവര് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് പൊടിപടലങ്ങൾ കാരണം പെട്ടെന്ന് ഇവരുടെ ഐഡന്റിറ്റി എടുത്ത് കാണിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവര് പ്രശ്നമില്ല, ഇവർ മിഷണറിമാരെന്ന് മനസ്സിലാകുകയും അവര് തോക്ക് താഴെ ഇട്ടു. പക്ഷെ ഇവർ കണ്ട കാഴ്ച, അതിന് അല്പം ദൂരെയായിട്ട് ഒരു കൂട്ടം നക്സലൈറ്റുകാർ നിൽക്കുകയാണ്. അവിടെ നിൽപ്പുണ്ട്. ഇവർ പോകുന്ന വഴി കുഴിബോംബ് വെച്ചേക്കുമായിരുന്നു. ഈ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് കുഴിബോംബുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് സെർച്ച് ചെയ്ത് വരികയായിരുന്നു ഈ പട്ടാളക്കാർ. പെട്ടെന്ന് അറിയാതെ 2 പട്ടാളക്കാർ കാല് വെച്ചത് ഈ കുഴിബോംബിന്റെ പുറത്തായിരുന്നു. ഈ വാഹനം കയറി ഇറങ്ങേണ്ട സ്ഥലത്താണ്, കയറി ഇറങ്ങുന്ന അതേ സ്ഥലത്ത് കുഴിബോംബുകൾ അവിടെ വെച്ചിരുന്നു. പക്ഷേ പട്ടാളക്കാർ കാലുകൾ വെച്ച് എടുക്കുന്നതിന് മുന്നേ 2 കുഴിബോംബുകൾ പൊട്ടുകയും ആ യൗവനക്കാർ ഒരാൾ സ്പോട്ട് എത്തുകയും ഒരാള് ഇവര് കൊണ്ടുപോകുന്ന വഴിയിൽ മരിക്കേണ്ടി തന്നു. ഒരു പക്ഷെ വണ്ടി അവിടെ ഒരു നിമിഷം ഓഫ് ആകാതെ ഇരുന്നു എങ്കിൽ ഈ കുഴിബോംബിൽ കൂടി ഇവർ കടന്നു പോകുകയും ഇവർക്ക് അവിടെ മരണം സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയോ എന്തുകൊണ്ട് വണ്ടി അവിടെ ഓഫായി എന്ന് നമ്മൾ ഒരു പക്ഷെ ചെയ്യാം. പക്ഷേ അത് പിന്നീട് നന്മയ്ക്കായി വ്യാപരിച്ചു. അത് ആ വണ്ടിയോട് ആകാതിരുന്നു എങ്കിൽ ഇവർ ഇതിൽ കൂടി യാത്ര ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ മരിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ വചനം പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു. ചില നഷ്ടങ്ങള്, ചില വേദനകള്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന്. നോ, അങ്ങനെയല്ല. ആ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അല്പസമയം കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തില് സകല നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് സംഭവിക്കുന്നത്.
അതുപോലെ തന്നെ പല അനുഭവങ്ങള് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നിടത്തുനിന്ന് ഒരിക്കൽ ഞങ്ങൾ കോമ്പൗണ്ടിലേക്ക് ഒത്തിരി പേർ അതിക്രമിച്ച് കയറി വരികയും ഞങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ ചില്ലൊക്കെ തല്ലി പൊട്ടിക്കുകയും ഭയങ്കര ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടി വരുവാണ്ടേ തീർന്നു. അവരുടെ ആഗ്രഹം ഇത്രേ ഉള്ളൂ, അച്ചാച്ചനെ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. അവർ പറഞ്ഞു നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല, ഞാന് എനിക്ക് അദ്ദേഹത്തെ വിട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുന്നേ ഒരു 7 ദിവസത്തിന് മുന്നേ ഒരു ദൈവദാസനെ വെട്ടിക്കൊല്ലുവേണ്ടി തീർന്നു. അദ്ദേഹം ഉപയോഗിച്ച സൈക്കിളും അദ്ദേഹം ഉപയോഗിച്ച ആ ചപ്പലും ആ റോഡ് സൈഡിൽ കണ്ടതുകൊണ്ടാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന്. അപ്പൊ ഇവർ പറയണേ ഞങ്ങൾ നിന്നെ അതുപോലെ, അതൊരു സംഭവമാണ്, ആ ഒരു ഘടന പോലെ നിന്നെ ആക്കിക്കളയുമെന്ന് പറഞ്ഞ് അവര് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എനിക്ക് അന്ന് ഹിന്ദി ഒന്നും അങ്ങനെ അത്ര വശമല്ല, പറഞ്ഞു നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു വിട്ടു आप लोग आज चले जाओ कल आइए सुबह आइए എന്ന് ഇങ്ങനെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ നിങ്ങൾ ഇന്ന് പോയി നാളെ വന്നിട്ട് രാവിലെ വരാം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. പക്ഷെ അവർ ഒരിക്കലും കേൾക്കുന്നില്ല. അവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. 15-20ഓളം പേര് ആദ്യം വന്നുവെങ്കിൽ പിന്നെ അത് വർദ്ധിക്കുന്നു. ഒത്തിരി യൗവനക്കാരായ ഏകദേശം 30 വയസ്സിന് അടുപ്പിച്ച് ഒത്തിരി പേര് ഞങ്ങളെ കോമ്പൗണ്ടിലേക്ക് കയറി വരുവാനായി തീർന്നു. അതിനുശേഷം അതിന്റെ 2-3 പേര് അവരുടെ ഷർട്ടുകൾ വലിച്ചൂരിയപ്പോൾ അവിടെ പുറത്ത് ഈ വാള് അവിടെ പുറത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ വാളെടുത്ത് വീശാനും എന്റെ അകത്ത് ഭയങ്കര ഭയം തോന്നി. ഞാൻ അച്ഛനെ റൂമിലേക്ക് കൊണ്ടുപോയി അച്ഛനെ പൂട്ടിയിട്ട്, കേട്ടോ അച്ഛൻ പേടിച്ചിട്ട് ബ്ലഡ് വൊമിറ്റ് ചെയ്യാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇവരെ സാമന ചെയ്യാണ്. അപ്പൊ ഞാൻ ഒരൊറ്റ വിളി വിളിച്ചു, അന്നേരം ഹിന്ദി ആയിരുന്നു. ഞാൻ വിളിക്കുക യേശുവേ ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞ ഒരു അലറി ഒരൊറ്റ വിളി വിളിച്ച് ആ സമയത്ത് ഈ മനുഷ്യർ എന്താണെന്നറിയത്തില്ല, ഇവർ പെട്ടെന്ന് പിന്മാറി. ഭാവി മത്ത് റോയെ ठीक है हम लोग कल आएंगे. അവർ പറഞ്ഞു ഇന്ന് നിങ്ങൾ കരയരുത്, ഞങ്ങൾ നാളെ വരാമെന്ന് പെട്ടെന്ന് സൈലന്റ് ആകുകയും നിങ്ങൾ കരയരുത്. അന്ന് ഞാൻ ഫസ്റ്റ് കുഞ്ഞിനെ കൺസീവ് ആയിരുന്നു, ഓൺ ദ സ്പോട്ടിൽ തന്നെ അബോർഷൻ ആകാനായിട്ട് തീർന്നു. പക്ഷെ അത് എന്റെ ജീവിതത്തിൽ വലിയൊരു ഡിപ്രഷനിലേക്ക് പോകാനായിട്ട് തീർന്നു. അവർ ഞങ്ങൾക്ക് 3 ദിവസത്തെ സമയം തന്നു. ഈ 3 ദിവസത്തിനകത്ത് നിങ്ങൾ ഈ ഗ്രാമം വിട്ടില്ല നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് 3 ദിവസത്തിനകത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങൾ പുറത്തു വരുവാന് ഞങ്ങളെ ദൈവം സഹായിച്ചു. കാരണം ഗ്രാമക്കാർക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല, വേറെ ആർക്കും ഞങ്ങളെ കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റത്തില്ല. കാരണം ഈ കോമ്പൗണ്ട് പുറത്ത് അവര് ദിവസങ്ങളില് രാവിലെയും രാത്രി ഒരുപോലെ ഒരു വലിയ വാനില് ഒത്തിരി പേര് വലിയ കുറുതടിയൊക്കെ വെച്ച് അവര് റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നു. അത് ആ കാരണത്ത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ലായിരുന്നു. എന്നാല് 3-ാമത്തെ ദിവസം രാവിലെ ഒരു വ്യക്തി ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വരികയും ഒരു മലയാളി അങ്കിൾ വരികയും അങ്കിളോട് അങ്കിൾ അറിഞ്ഞായിരുന്നു ആ സമയത്ത് ഈ വാൻ അവിടെ ഇല്ലായിരുന്നു. ആ അങ്കിൾ വരികയും പറഞ്ഞു ജയെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം, ഇതുപോലെ അബോർഷനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തു വരികയും അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുവാനായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമായിരുന്നാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ കേരളത്തിലേക്ക് വന്നു. അവിടുത്തെ മിനിസ്ട്രി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു. ആ സമയത്ത് ദൈവം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊണ്ടൊരു ദൈവം ഒരു വാതിൽ തുറക്കുകയാണ്. അത് ആദ്യം ഒരു ചെറിയ വഴിയായിരിക്കും, അതിനുശേഷം നിങ്ങൾ അടുത്തൊരു വാതിൽ നിങ്ങൾക്ക് തുറന്നു തരും. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് യാത്ര ചെയ്ത് അങ്ങനെ ദൈവ ശബ്ദം കേട്ട് ദൈവം ഞങ്ങൾക്ക് ബോംബെക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നു തരുവാനായി തീർന്നു. സോ അന്നേരം ഞങ്ങൾ ഛത്തീസ്ഗഡിൽ വന്ന് ഏകദേശം 2 മാസം ആയിരുന്നു. അങ്ങനെ ഞങ്ങള് ദൈവത്തിന്റെ ശബ്ദപ്രകാരം ഞങ്ങള് അവിടേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ച് ചെറിയൊരു ചർച്ചിൽ ഞങ്ങൾ ഇൻചാർജ് ആയി പോകേണ്ടി തന്നു. ആ സാഹചര്യം വർണ്ണിക്കുവാണെങ്കിൽ ഞങ്ങളുടെ കയ്യില് അന്ന് സാമ്പത്തികമായി ഒത്തിരി ടൈറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങള് ഫസ്റ്റ് ഞങ്ങൾ ബോംബെയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ടിക്കറ്റും ഞങ്ങളുടെ കയ്യിൽ 500 രൂപയുണ്ട്. ഈ സമയത്ത് അമ്മ വിധവയാണ്, അച്ഛന്റെ പപ്പ ഇല്ല. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പപ്പ ഡെത്ത് ആവുന്നത്. സോ അമ്മ മാത്രമുള്ള, വേറെ സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര വിഷമം, ഈ 500 അമ്മയുടെ കൈ കൊടുക്കണമോ അതോ ഞങ്ങൾ യാത്ര ചെലവിനാവേണോ? ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷനായി. ഞങ്ങൾ വളരെ വിഷമിച്ചു. കർത്താവേ ഞങ്ങളെ സഹായിക്കാൻ ഇപ്പൊ ആരും തന്നെ ഇല്ല. ഞങ്ങളെ അടുത്ത പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഓർത്ത് ഒരു 500 ദൈവദാസ സഹായിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പൈസ മമ്മിയുടെ കയ്യിൽ കൊടുക്കാം എന്നിങ്ങനെ ഓർത്തു. പക്ഷേ ഞങ്ങള് വിചാരിച്ച പോലെ ദേവദാസൻ ഞങ്ങളിൽ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ തന്നില്ല. ഞങ്ങൾ വളരെ വേദനയോട് കൂടെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങൾ ട്രെയിൻ കയറി, ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ ബോംബെയിൽ ഇറങ്ങി. ദൈവം പറഞ്ഞ ആ ചർച്ചിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുവാനായിട്ട് തോന്നും.
അവിടെ ഉണ്ടായിരുന്ന ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞു, അപ്പൊ നമുക്ക് കടയിലേക്ക് ഷോപ്പിലേക്ക് പോകാം. ആ ശരി, ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങൾ ആ പാസ്റ്റർ തന്നെ ഓർഡർ ചെയ്തു. അത് ഏകദേശം 450 അടുപ്പിച്ച് രൂപയായി. സോ ഞങ്ങൾ ഓർത്ത് പാസ്റ്റർ ഞങ്ങൾക്ക് പൈസ കൊടുക്കുമെന്ന്. പക്ഷെ സംഭവിച്ചില്ല. ഞങ്ങൾ പൈസ കൊടുക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 55-56 രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ കുക്ക് ചെയ്യാൻ പാത്രമില്ല, ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു ക്രമീകരണം അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അന്ന് ഒരു അങ്കിൾ, ഞങ്ങൾ അറിയത്തില്ല, ഒരു അങ്കിൾ ഞങ്ങൾക്ക് രാത്രിയിലെ ഫുഡ് തന്നു. അതിനുശേഷം ഞങ്ങള് പിറ്റേ ദിവസം ഫുഡ് വെക്കാൻ ഞങ്ങൾ പാത്രമില്ല. ഞങ്ങള് ബോംബെ പട്ടണത്തിൽ ഒരു ചെറിയ മാർക്കറ്റ് കണ്ടു. ഞങ്ങൾ അവിടേക്ക് നടക്കാൻ പോയി. നോക്കിയപ്പോൾ ഒരു മരത്തിന് ചുവട്ടില് പാത്രക്കട ഞങ്ങൾ കണ്ടു. എന്നുവെച്ചാൽ വില കുറഞ്ഞ, ക്വാളിറ്റി കുറഞ്ഞ പാത്രങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ഈ 50 രൂപ കൊടുത്ത് ഒരു സ്പൂണും ഒരു ഡെച്ചി, ചെറിയൊരു സ്റ്റീലിന്റെ ഡെച്ചി, ഒരു അടപ്പും കൂടെ ഞങ്ങൾ മേടിച്ചു. അതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ചർച്ച് മിനിസ്ട്രിയുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് 4 ആഴ്ച ഉണ്ടെങ്കിൽ 200 രൂപ വെച്ച് 800 രൂപ കിട്ടും. ഒരു മാസത്തിൽ 5 ആഴ്ച ഉണ്ടെങ്കിൽ 1000 രൂപ കിട്ടും. ദശാംശം പോയിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ, ഒരു ഫാമിലിക്ക് എത്രമാത്രം ജീവിക്കാൻ പറ്റുമോ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളത്. പക്ഷെ ആ സമയത്ത് ദൈവം ഞങ്ങളെ ശ്രേഷ്ഠകരമായിട്ട് ദൈവം ഞങ്ങളെ നടത്തി. പലപ്പോഴും ഞങ്ങള് പല അന്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചേരി പ്രദേശത്ത് ഞങ്ങൾ മിനിസ്ട്രിക്ക് പോകുമായിരുന്നു. ഒത്തിരി ദൂരം ഞങ്ങൾ നടക്കും, കാരണം ഞങ്ങളിൽ പൈസ ഇല്ല. ഞങ്ങൾ നടക്കും. നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് കുറച്ച് ആ രാത്രിയിലൊക്കെ ഞങ്ങൾ ബസ്സിൽ കയറി വരും. മീൻസ് ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ട്. പക്ഷെ ഞങ്ങൾ തീരുമാനമായിരുന്നു, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങള് ഞങ്ങൾ മനുഷ്യരോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യത്തില്ല. അത് അങ്ങനെ അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെയാണ്. പപ്പയോട് എന്ത് വാക്ക് പറഞ്ഞോ അതുപോലെ തന്നെയാണ് ഈ തീരുമാനം. ദൈവകൃപ ഇന്ന് വരെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ ആടുത്ത് പറയുകയോ ഷെയർ ചെയ്യോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ആ സമയത്ത് ദൈവം ഞങ്ങളെ ശ്രേഷ്ഠകരമായ കരുതലുകളും നടത്തിയലുകളും ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായി തീർന്നു. ഞങ്ങൾ ആ ബോംബെ ആയിരുന്ന സമയത്ത് ഏകദേശം 9 മാസം ഞങ്ങൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ദിവസമാണ് ഞങ്ങൾ മീൻ മേടിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ആൻഡമാൻ എന്ന് പറയുമ്പോൾ മീൻ എന്ന് പറയുന്നതിന്റെ കലവറയാണ്. മീന് ഞങ്ങൾക്ക് എപ്പോഴും സ്റ്റോക്ക് കാണും. നമ്മൾ നമ്മൾ എവിടെയെങ്കിലും എന്ത് കാര്യത്തിനെങ്കിലും വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ആർക്കും കടക്കാരനല്ല, അമർത്തി കുലുക്കി കവിഞ്ഞ അളവ് തരും എന്ന് പറഞ്ഞ അനുഭവമാണ് ഞങ്ങൾക്ക്. അന്ന് പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്, കർത്താവെ ഒരു നല്ല ആഹാരത്തിന് വേണ്ടി, ഒരു നല്ല എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സിന് വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു മീനിന് വേണ്ടി. പക്ഷെ ഇന്ന് ദൈവം ശ്രേഷ്ഠകരമായിട്ട് ദൈവം നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ആ സമയത്താണ് ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ടായിരുന്നു. അതായത് അജാജന്റെ വീട്ടില് ഒരു ജപ്തി ഉണ്ട്, ഒരു ലോൺ ഉണ്ടായിരുന്നു. പപ്പ മരിക്കുന്നതിന് മുന്നേ, പപ്പ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ ഒരു ലോൺ ഉണ്ടായിരുന്നു. അപ്പോഴേ മക്കൾക്ക് 3 പേർക്കായിട്ട് 2 പേർക്കായിട്ട് അതിന്റെ ബാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇൻകം ഇല്ല, ഞങ്ങൾ ആർക്കും ചോദിക്കാൻ പറ്റുകയില്ല. ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് അവിടെ കൊടുക്കപ്പെടേണ്ട ഒരു ഷെയർ ഉണ്ട്, കർത്താവെ അതിനു വേണ്ടി ദൈവം വഴി തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു സാഹചര്യങ്ങളും ഞങ്ങളുടെ മുന്നേ ഇല്ല. ഈ 800 രൂപ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു എമൗണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല. ജപ്തി നോട്ടീസ് വന്നു. വീട്ടുകാർ ഭയങ്കര പ്രശ്നമായി. അവർക്ക് കാരണം വിധവയാണ്, വീട്ടിൽ വേറെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ ഈ ബാധ്യത പറയുന്ന സമയത്തിനകത്ത് അടച്ചു തീർക്കണം, ഇല്ലെങ്കിൽ ആ ഉള്ള സ്ഥലം കൂടെ അവർ ജപ്തി ചെയ്തുകൊണ്ട് പോകും. ഈ സമയത്ത് ഞങ്ങളെ ചർച്ചിൽ ഒരു അങ്കിള് ഒരു വലിയൊരു ആവശ്യമായിട്ട് വന്ന് അവിടെ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി. പക്ഷെ അവിടെ സ്ഥലം വിൽക്കാതെ കിടക്കുമായിരുന്നു. എന്നാൽ ആ സമയത്ത് ആ അങ്കിള് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾ അങ്ങനെ ആവശ്യം പറഞ്ഞിട്ടില്ല, ഈ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെ ദൈവം അതിന് മുന്നേ ഒരു ആലോചന പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവിടെ സ്ഥലം വിൽക്കുകയും ഞങ്ങൾ കൊടുക്കേണ്ട സമയമായപ്പോൾ ആ ഒരു എമൗണ്ട് ഞങ്ങളെ കയ്യിൽ ലഭിക്കുകയും ഞങ്ങളുടെ ലോണിന്റെ ബാധ്യത തീർക്കുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നമ്മുടെ സാഹചര്യം ഒരുപക്ഷെ മോശമായിരിക്കാം, പക്ഷെ ആ സമയത്ത് ദൈവത്തിന്റെ കരുതലുകൾ കാണുവാൻ നമുക്ക് കഴിയും. നമ്മളെ സഹായിപ്പാൻ മാനുഷ്യമായി ആരും കണ്ടില്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ പുറമേ കാണുന്ന പോലെ അല്ല പലപ്പോഴും നമ്മുടെ ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല, അവരുടെ സാഹചര്യം കൊണ്ടും കഴിയത്തില്ല. കാരണം പലരും തങ്ങളെ തന്നെ ഹൈഡ് ചെയ്ത് ജീവിക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഒരു കാര്യം അസാധ്യമല്ല. നമുക്ക് വേണ്ടി തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനാണ്.
സോ ഈ ബോംബെയിൽ ഇരിക്കുന്ന സമയമാണ് ഞാൻ ഇപ്പൊ ഞങ്ങളെ കുഞ്ഞിന് കൺസീവ് ആകുന്നത്. ഈ സമയത്ത് പല ദൈവപ്രവൃത്തികളും നടന്നപ്പോൾ അനേക കുഞ്ഞുങ്ങൾ തലമുറയില്ലാത്തവർക്ക് ദൈവം തലമുറകളെ കൊടുത്തു. അത് അവർ ഞങ്ങളോട് ചോദിച്ചു, പാസ്റ്ററിന് കുഞ്ഞില്ല, പിന്നെ പാസ്റ്റർ പ്രാർത്ഥിക്കും കുഞ്ഞുണ്ടാകുന്നല്ലോ. അപ്പൊ ഞങ്ങളുടെ അകത്തൊരു വലിയ ഭാരമുണ്ടായി, കർത്താവെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് പറഞ്ഞു, അടുത്ത മാസം നീ പ്രഗ്നന്റ് ആകും, അതൊരു ആൺ കുഞ്ഞായിരിക്കും. പിന്നെ ആ കുഞ്ഞിനെ പറ്റിയുള്ള ദൈവിക ദൂതുകൾ ഞങ്ങൾ അറിയിക്കേണ്ടി തന്നു. ഞങ്ങൾ വിശ്വസിച്ചു, അടുത്ത മാസം ഞാൻ പ്രഗ്നന്റ് ആവും. ഞങ്ങൾ രാത്രി എഴുന്നേറ്റു, ഞങ്ങൾ വയറിൽ കൈവച്ചിട്ട് പറയാൻ തുടങ്ങി, അടുത്ത മാസം പോസിറ്റീവ് ആയിരിക്കും, ദൈവ തലമുറ ഞങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നെക്സ്റ്റ് മാസം ഞങ്ങൾക്ക് നാട്ടിൽ വരണമായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഞങ്ങൾക്ക് പറയണം. ഇത് ഞങ്ങളുടെ തീരുമാനമായിരുന്നു. കർത്താവ് ഞങ്ങളെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യും, ഞങ്ങളുടെ ഭയങ്കര വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ ആ പറഞ്ഞ അതേ സമയത്ത് ദൈവം അങ്ങനെ കൺസീവ് ആകുവാനും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ കർത്താവ് നൽകുവാണ്ടേ തീർന്നു. ഇന്ന് അവന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവ കൃപയാൽ ടാലന്റിലും എല്ലാ രീതിയിലും ദൈവനെ ബ്ലെസ്സഡ് ആയ ഒരു തലമുറയെ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ മിസ്സായെങ്കിൽ അതിന് ആ ഒരു മിസ്സിങ്ങിന് പകരം ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ദൈവം നൽകി. നമുക്കറിയാം ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ എൽക്കാന വന്നിട്ട് പറയണേ, 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് എത്ര ശ്രേഷ്ഠമാണ്. 10 പുത്രന്മാർ ബരാബറാ ഞാനെന്ന് പറയുന്ന പോലെ. ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ 2, 3 കുഞ്ഞുങ്ങൾക്ക് ബരാബറാ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ്. അങ്ങനെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറ നൽകുവാടെ തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷെ നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവാർക്കും കടക്കാരനല്ല. ദൈവം തക്ക സമയത്ത് അമർത്തി കുലുക്കി അത് നമ്മുടെ ജീവിതത്തിൽ മടക്കി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങള് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദത്തം നീ ദ്വീപ് സമൂഹത്തിലേക്ക് പോകുമെന്നാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് അടുത്തൊരു വഴി ദൈവം തുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവത്തോട് സമർപ്പിച്ചു. പക്ഷെ അത് നിങ്ങൾ കടൽ കടന്നാ പോകുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ വിശ്വസിച്ചു, ഞങ്ങളത് ഏറ്റെടുത്തു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആൻഡമാൻസിൽ നിന്ന് ഒരു സീനിയർ ദൈവദാസൻ ഞങ്ങളെ ഫോൺ ചെയ്തു. പാസ്റ്റർ, നിങ്ങൾക്ക് ആൻഡമാനിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ പൂർണ്ണ സ്വാഗതം. എൻ്റെ ഒരു സുഹൃത്താണ് നിങ്ങളുടെ നമ്പർ തന്നത്. നിങ്ങൾക്ക് ദൈവഹിതമാണെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം. ഞങ്ങൾ പറഞ്ഞു, ദൈവത്തോട് ഞങ്ങൾ ആലോചന ചോദിച്ചിട്ട് ഞങ്ങൾ വരാമെന്ന് ഞങ്ങൾ ആ ദൈവദാസനോട് പറയാനിടയിൽ തീർന്നു. അങ്ങനെ ഇരിക്കും. ഇത് 2009 ഡിസംബറിൽ നടക്കുന്ന സംഭവമാണ്. അച്ചാച്ചൻ 3 ദിവസം ഫാസ്റ്റിംഗിൽ ഇരുന്നു. കർത്താവേ, ഇത് ദൈവഹിതമാണെങ്കിൽ ആ ദേവദാസൻ ഈ ഉപവാസം തീരുന്നതിന് മുന്നേ തന്നെ ഒരിക്കൽ കൂടി വിളിക്കണം. ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട ടിക്കറ്റ് എല്ലാം ശരിയാക്കുമെന്ന് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഒരു അടയാളം വെച്ച് പ്രാർത്ഥിക്കേണ്ടത് തോന്നുന്നു. അങ്ങനെ ഏകദേശം ഉപവാസത്തിന് 3ാമത്തെ ദിവസം 5 മണിയായപ്പോൾ ആ ദേവദാസൻ വീണ്ടും ഫോൺ ചെയ്തു. പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞങ്ങള് ടിക്കറ്റ് അയച്ചു തരാൻ തയ്യാറാണ്, നിങ്ങൾക്ക് പൂർണ്ണ സ്വാഗതം ആൻഡമാൻസിലേക്ക്. അന്നേരമാണ് എൻ്റെ അകത്ത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ദ്വീപ് സമൂഹത്തിലേക്ക് അയക്കുമെന്നുള്ള ദൈവിക വാഗ്ദത്തം പൂർത്തിയാക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയ പ്രേക്ഷകരെ, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനം പറയുന്ന പോലെ വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിന് തക്ക സമയമാകുമ്പോൾ അതൊരു പക്ഷെ മാസങ്ങൾ ലേറ്റ് ആയേക്കാം, ഒരു പക്ഷെ ഓൺ ദ സ്പോട്ടിൽ നടന്നില്ലെന്നിരിക്കാം. പക്ഷെ തക്ക സമയമാകുമ്പോൾ വാഗ്ദത്തങ്ങളെ പൂർത്തിയാക്കുവാൻ ദൈവത്തിന് കഴിയുക. കാരണം വചനം പറയുന്നു, വാഗ്ദത്തങ്ങൾ അവൻ വിശ്വസ്തനാകുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ബോംബെ പട്ടണത്തിന് അടുത്താണ് ഈ എയർപോർട്ട്. ഇപ്പൊ എല്ലാ ദിവസവും ഈ പ്രെയർ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ടെറസിലേക്ക് കയറിയിട്ട് ഞങ്ങൾ ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ സ്തോത്രം ചെയ്യും. പക്ഷെ അതേ വർഷം തന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ആൻഡമാനിൽ എത്തുവാൻ ദൈവം സഹായിച്ചു. അന്ന് എനിക്ക് 5 മാസം കൺസീവ് ആയിട്ടാണ് ഞങ്ങൾ ആൻഡമാൻസിൽ എത്തിയത്. അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ മണ്ണിലേക്ക് കാലുകുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. 2009 ഡിസംബർ 31-ാം തീയതി ഞങ്ങൾ ആൻഡമാനിൽ ആദ്യമായിട്ട് ഞങ്ങൾ കാലുകുത്തി. അന്ന് മുതൽ ഞങ്ങൾ അവിടുത്തെ മിനിസ്ട്രി ആരംഭിക്കേണ്ടി തീർന്നു. ദൈവം ഞങ്ങൾ അവിടേക്ക് അയച്ച ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയുമായിട്ടാണ്. ഏകദേശം 4.5 വർഷം ഞങ്ങൾ ആദ്യം ആൻഡമാൻസിലേക്ക് വർക്ക് ചെയ്തു. അതിന്റെ സൗത്ത് ആൻഡമാൻ്റെ ഓരോ കോണുകളിൽ സുവിശേഷമായി പോകുക കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ മാപ്പ് എടുക്കും, ഓരോ മാപ്പിന്റെയും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവെ ഈ ഓരോ സ്റ്റേറ്റിലും കർത്താവിന്റെ വചനവുമായി പോകണം, അതും സുവിശേഷം കേട്ടിട്ടില്ലാത്ത അടുക്കിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ, നമ്മൾ പറഞ്ഞ ഓരോ ശബ്ദത്തിനും വിലയുണ്ട്. നമ്മൾ ദൈവസന്നിധി വെക്കുമ്പോൾ അത് കർത്താവ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഒരു ദിവസം കണക്ക് ബുക്ക് തുറക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചതിന് 1 by 1 നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും.
അതുകൊണ്ട് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളില് സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആയിരങ്ങളുടെ അടുക്കലേക്ക് വചനവുമായി പോകാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ആൻഡമാനിലെത്തുമ്പോൾ ഞങ്ങൾക്ക് അവിടെ അറിയാന്നുള്ള ആരും തന്നെ ഇല്ല. ഈ വിളിച്ച ദൈവദാസനെ ഞങ്ങളെ അറിയത്തില്ല, ആരും ഞങ്ങൾക്ക് പരിചയക്കാരല്ല, ഫാമിലിക്കാരല്ല, ആരും തന്നെ ഇല്ല. ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ 5 മാസം കൺസീവ് ആയിരുന്നു. അവിടെ നല്ല ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി ഒന്നുമില്ല. ഇവിടുന്ന് ഫാമിലിയിൽ നിന്ന് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഞങ്ങളുടെ കയ്യിലില്ല. 7 മാസം കഴിഞ്ഞ ഫ്ലൈറ്റിൽ കയറ്റത്തില്ല, ഷിപ്പിൽ ഫ്ലൈറ്റിൽ അവർ കയറ്റത്തുമില്ല. അപ്പോഴേ തീരുമാനിച്ചു ഡെലിവറി അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ വർഷങ്ങൾ മുന്നേ ദൈവം മമ്മിയോടൊരു ആലോചന കൊടുത്തു, നിന്റെ മകളുടെ സമയമാവുമ്പോൾ നീ കൂടെ കാണത്തില്ല. പക്ഷേ ഇങ്ങനെ സാഹചര്യമാണെന്ന് ഞങ്ങൾക്കന്ന് അറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഡെലിവറി ദിവസമായി മെയ് 25 എനിക്ക് ഡേറ്റ് തന്നു. ഞങ്ങളുടെ ഹെൽപ്പ് മീൻസ് ഞങ്ങളുടെ ഫാമിലിക്കാരോ മാതാപിതാക്കളോ ആരും ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ രണ്ടുപേരും മാത്രമുണ്ട് ഞങ്ങളെ റൂമില്. അങ്ങനെ ഇരിക്കെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു പെയിൻ വന്നിട്ട് നീ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടുകാർ പറയുകയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോ, ഫസ്റ്റ് ഡെലിവറിയാ, അത് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോ. അവര് പറയുന്നു ഹോസ്പിറ്റലിലേക്ക് വരണ്ട. ഞങ്ങൾ ഭയങ്കര ധർമ്മസങ്കടത്തിലായി. ഞങ്ങളൊരു തീരുമാനമെടുത്തു. ആ ദിവസത്തിന്റെ ഓരോ മണിക്കൂറിന്റെ 15 മിനിറ്റ് ഞങ്ങൾ ദൈവസേനയെ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുത്തു. ഞങ്ങൾ രണ്ടുപേരും കരം പിടിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞങ്ങളെ സഹായിപ്പാൻ ഇവിടെ ആരുമില്ല, ഞങ്ങളുടെ ഒറ്റയ്ക്കാണ്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് ഓരോ മണിക്കൂറിന്റെയും 15 മിനിറ്റുകൾ ഞങ്ങള് പായിട്ട് ഞങ്ങൾ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതിന്റെ മധ്യ ദൈവം ഞങ്ങൾ കൊണ്ട് അത്ഭുതം ചെയ്യണം. എന്താ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം മണിക്കൂറുകൾ കടന്നുപോയി. ഏകദേശം 5 മണിയായ സമയത്ത് എന്റെ വയറിനകത്ത് ഒരു ശബ്ദം കേട്ടോ. പെട്ടെന്ന് കുളിച്ച് റെഡിയായി ചർച്ചിൽ ഒരു ബ്രദറിനെ വിളിച്ചു. അവർ വാഹനവുമായി കടന്നു വന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഏകദേശം 8:30 അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇന്ന് ഡെലിവറി നടക്കത്തില്ല, കാരണം വെള്ളമെല്ലാം പോയി സിസേറിയനെ നടക്കത്തുള്ളൂ. ചർച്ചിൽ കുറച്ച് വിശ്വാസികൾ വന്നു. അവർ പറഞ്ഞു സിസേറിയൻ നടക്കുന്നുണ്ട്, അവരെല്ലാം തിരിച്ചുപോയി. കാരണം നാളെ നടക്കത്തുള്ളൂ, കാരണം അവിടെ അത്ര ഫെസിലിറ്റി ഇല്ലാത്ത ദേശമാണ് ആൻഡമാൻ. ആ സമയത്ത് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അന്ന് ഉള്ളൂ. ആ സമയമാണ് 2010 കാര്യമാണ് ഈ പറയുന്നത്. സോ അന്നേരം എല്ലാം തിരിച്ചുപോയി. ഞങ്ങൾ അവശേഷിച്ചു. ഒരു തമിഴ് ഫാമിലി അവിടെ നിന്നു. ആ സമയത്ത് ഏകദേശം 10:30 ആയ സമയത്ത് പെട്ടെന്ന് ജസ്റ്റ് ഒരു പെയിൻ വന്നു. എന്റെ പ്രാർത്ഥന, കർത്താവെ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, കർത്താവെ ആ പ്രസവ വേദന വരാതെ തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണമെന്നൊരു പ്രാർത്ഥനയായിരുന്നു. ഏകദേശം ഒരു 10:35 കഴിഞ്ഞപ്പോൾ സഡൻ ജസ്റ്റ് ഒരു പെയിൻ വന്ന് പെട്ടെന്ന് ഡെലിവറി നടന്നു. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം, എന്റെ ഏകാന്തമായ അനുഭവമായിരിക്കാം, ആരും സഹായമില്ലായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസവം ദൈവം നൽകുകൊണ്ടേ തീർന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. പിന്നെയുള്ള ബാക്കി കാര്യങ്ങൾ പാസ്റ്ററാണ് എന്നെ ടേക്ക് കെയർ ചെയ്തത്. സോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമുക്കറിയാം ദൈവം മിറക്കിളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആ സമയത്ത് ചെയ്യേണ്ടേ തീർന്നു. ദൈവം ക്ഷേമത്തോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ കർത്താവ് ഞങ്ങൾ നൽകുകൊണ്ടേ തീർന്നു. ദൈവത്തിന് മുഴുവൻ മഹത്വവും ദൈവത്തിനാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ആരുമില്ലാത്തവർക്ക് കർത്താവ് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ആരുമില്ലാത്തവർക്ക് എൻ്റെ കർത്താവ് കൂടെയുണ്ട്. ഒരിക്കൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ആരുമില്ലാത്ത സാഹചര്യങ്ങളില്, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങളില് കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കർത്താവ് പറഞ്ഞ അന്ന് അനാഥനായി ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനത്രേ. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ടെസ്റ്റ് മണിയായിട്ട് പറയാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്കൂട്ടർ കിട്ടിയ ഒരു ടെസ്റ്റ് മണി എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു സാഹചര്യം ഉണ്ടായി. ഒരിക്കൽ ഒരു ദേവദാസന്റെ സ്കൂട്ടറിൽ, ഒരു പഴയ സ്കൂട്ടറില് അച്ചാച്ചൻ കയറിയിരിക്കുവാനായി തോന്നും. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു ഈ സ്കൂട്ടർ ഓടിഞ്ഞു പോകും, ദേവദാസനെ മാറി നിൽക്കാൻ പറഞ്ഞു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അല്പമായി പിഞ്ച് ചെയ്തു. കാരണം അന്ന് ഇരിക്കാൻ അവിടെ വേറെ സ്റ്റെയറോ മറ്റൊന്നും തന്നെ ഇല്ല. കാല് വേദനിച്ചത് കാരണം അതിലേക്ക് ഇരുന്നത്. പക്ഷെ ഇത് സ്വർഗം കുറിച്ചിട്ടു. ഞാനന്ന് പ്രഗ്നന്റ് ആയിരുന്നു. ഈ സമയത്ത് ഈ കുഞ്ഞിന്റെ ഡെലിവറി ആകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി തമിഴ് ഫാമിലി എന്നോടൊപ്പം ഹോസ്പിറ്റലിൽ നിന്നത്. ആ ഫാമിലി റിട്ടയർമെന്റ് ആയി അവര് മെയിലാൻഡിലേക്ക്, അതായത് ചെന്നൈയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. എല്ലാം ടിക്കറ്റ് റെഡി ആയിരിക്കുമ്പോഴാണ് എന്റെ ഡെലിവറി നടക്കുന്നത്. ആ അങ്കിള് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞല്ലേ ജനിച്ചത്, എന്റെ വകയായിട്ട് ഈ സ്കൂട്ടർ നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് ഫസ്റ്റ് സ്കൂട്ടർ കർത്താവ് ഞങ്ങൾക്ക് നൽകുവാനായി തീർന്നു.
ഞങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ഒത്തിരി എളുപ്പമായി തീർന്നു. കർത്താവ് ഞങ്ങൾ അത്രത്തോളം ശ്രേഷ്ഠകരമായി എൻ്റെ മനസ്സിൽ നടത്തുന്നത്. ഒത്തിരി ആരംഭ സമയങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ ആ സാഹചര്യങ്ങളിലെല്ലാം ഫുഡിന്റെ കാര്യമായിരുന്നാലും പല സാഹചര്യങ്ങളിൽ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടി വന്നു. പക്ഷെ അവിടെ എല്ലാം ദൈവം നിർത്തി, ദൈവം പുലർത്തി. ആ സമയത്ത് സൗത്ത് ആൻഡമാന്റെ ഓരോ കോണുകളിൽ സുവിശേഷമായി എത്തുവാൻ, ട്രാക്റ്റുമായി പോകുവാൻ, ഓരോ സൺഡേ ഈവനിങ്ങിലും ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങള് ചർച്ചിലെ സഭയിലെ ചില സഹോദരന്മാരുമായിട്ട് ഞങ്ങള് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ സുവിശേഷമായിട്ട് ഓരോ കോണുകളിൽ പോവുകയും സുവിശേഷം അറിയിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾക്ക് ഒരു പുതിയ വയൽ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 5 നദികളുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ അയക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ അടയാളം ഇതാണ്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് അവിടെ കനാലിലെ ചില ഫലവൃക്ഷങ്ങൾ അവിടെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു, കാരണം ആൻഡമാൻ എന്ന് പറഞ്ഞാൽ ഒതുങ്ങി കിടക്കുന്ന, നമുക്ക് വളർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുന്ന ഒരു അനുഭവമാണ്, ഞെരുക്കത്തിന്റെ ഒരു അനുഭവമാണ്. നമ്മൾ എത്ര തന്നെ നമ്മള് സുവിശേഷം അറിയിച്ചാൽ ആത്മാക്കൾ വിടുവിക്കപ്പെടാത്തൊരു ദേശമാണ്. സോ നമ്മൾ എത്ര കഠിന പ്രയത്നം ചെയ്താൽ അതനുസരിച്ച് റിസൾട്ട് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹം നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഞങ്ങൾക്കൊരു ഇവിടെ നിന്നൊരു മാറ്റം ഞങ്ങൾക്ക് വേണ്ടി നോർത്ത് ഇന്ത്യക്ക് ഞങ്ങൾക്ക് അയക്കണമെന്ന് പ്രാർത്ഥനയായിരുന്നു. ആ സമയത്താണ് ദേവദാസൻ ഞങ്ങളോട് ഇങ്ങനെ ആലോചന പറയുകയും, അങ്ങനെ ഞങ്ങളെ അറിഞ്ഞൂടാത്ത ഒരു വ്യക്തി ഞങ്ങളെ ഫോൺ ചെയ്തു. ഇതുപോലെ നിങ്ങൾക്ക് പഞ്ചാബിലെ അവസരമുണ്ട്, നിങ്ങൾക്ക് വരാൻ താല്പര്യമെങ്കിൽ വരാൻ പറഞ്ഞു. ഇപ്പൊ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് പഞ്ചാബിലെ ദൈവം അയക്കുകയും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് തന്ന അടയാളം ഇതായിരുന്നു, കനാലിലെ ചില ഫ്രൂട്ട്സ് അവിടെ കാണുമെന്ന്. അതായത് ഗ്രേപ്സ്, പൊമഗ്രനേറ്റ് കാണുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് ഫസ്റ്റ് കാണുന്നത്, ഞങ്ങൾ ആ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ ഗ്രേപ്സ് നല്ല പഴുത്ത് കിടപ്പുണ്ട്, പൊമഗ്രനേറ്റ് ഉണ്ട്, അത് മാത്രമല്ല പല ഫ്രൂട്ട്സുകൾ ആ കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ട്. ദൈവം എത്ര വിശ്വസ്തനാണ്. പലരും പ്രവചനത്തെ ഒക്കെ തുച്ഛീകരിക്കുമ്പോൾ ദൈവം ജീവിക്കുന്നുണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്തവനാണ്. കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞ അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പഞ്ചാബിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഏകദേശം 2.5 വർഷം ഞങ്ങൾ അവിടെ കർത്താവിന്റെ വേലയിലായിരുന്നു. ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ഞങ്ങൾ ആ ദേശത്ത് ഞങ്ങൾ കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പുതിയ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. എൻ്റെ അകത്തൊരു വലിയൊരു ആത്മഭാരം ഉണ്ടായിരുന്നു. ചേരി പ്രദേശങ്ങൾ കിടക്കുന്ന ജനത്തോട് കർത്താവ് ജീവിതം ഒരിക്കലെങ്കിലും സുവിശേഷം കൊണ്ടെത്തിക്കും. നമുക്കറിയാം, പഞ്ചാബിന്റെ പല സ്ഥലങ്ങളിലും ചേരി പ്രദേശങ്ങളുണ്ട്. അത് പഞ്ചാബിലുണ്ട്, ബോംബെയിലുണ്ട്. മീൻസ് ഇവരോടൊക്കെ ആരാ സുവിശേഷം പറയുന്നത്? കാരണം ഞാൻ ചെറുപ്രായം മുതൽ ഇങ്ങനൊരു ഫീൽഡിൽ നിന്നത് കൊണ്ട് എല്ലാവരും സഭകളിൽ പോയി പ്രസംഗിക്കുക, കൺവെൻഷന് പ്രസംഗിക്കുക, ഇതൊക്കെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നത്. അപ്പൊ എൻ്റെ അകത്തൊരു ആഗ്രഹമായിരുന്നു, കർത്താവേ എനിക്കിങ്ങനെ ഈ ചേരി പ്രദേശങ്ങളിൽ കിടക്കുന്ന അവരോട് സുവിശേഷം പറയുന്നത്. കാരണം ഇവരോട് ആരാ പോയി സുവിശേഷം പറയുന്നത്? അങ്ങനെ ഇരിക്കെ ഞങ്ങൾ പഞ്ചാബിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസത്തെ ഞങ്ങളൊരു സഹോദരിമാരുടെ ടീം ഉണ്ടായിരുന്നു, ഒരു 4-5 പേര് ചേർന്ന് എൻ്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞു, നമുക്കൊരു ദിവസം ഒരു ചേരി പ്രദേശം കണ്ടെത്തി നമുക്ക് അവരുടെ അടുക്കളയിൽ പോയി നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ പറ്റി ഷെയർ ചെയ്യണം. അവരെന്നോട് എഗ്രിയായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സഹോദരിമാർ ചേർന്ന് ഒരു സ്ഥലം കണ്ടെത്തി. ഞങ്ങൾ ഒരു വലിയ ചേരി പ്രദേശമാണ്. നമുക്കറിയാം, ഈ ചേരി പ്രദേശത്തുള്ളവർ ഒത്തിരി കഞ്ചാവ് അടിച്ച്, അതുപോലെ കുളിക്കത്തില്ല, അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ കുടില് പോലെ തുണികൾ മറച്ച് അവർ കിടക്കുന്നത്, ചെറിയ ചെറിയ കുടിലുകൾ കെട്ടിയാ കിടക്കുന്നത്. അങ്ങനെ വലിയൊരു ചേരി പ്രദേശത്തിലേക്ക് പോയി ഞങ്ങൾ ചെന്ന്. ആദ്യം അവർ അടിക്കാനൊക്കെ വന്നു, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ശാന്തമായി. അതിനുശേഷം പ്രിയമുള്ളവരെ, ഞങ്ങൾ കണ്ട കാഴ്ച, ആഴ്ച കൊണ്ട് കുളിക്കാത്ത, തലയെല്ലാം ചെട പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, തലമുടിയെല്ലാം ചെട പിടിച്ചിരിക്കുകയാണ്. അത് പെയിന്റ് കൊണ്ട് നിറഞ്ഞ് അവരുടെ അടുക്കലേക്ക് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലാണ് ദൈവം ഞങ്ങൾ അയച്ചത്. പ്രിയമുള്ളവർ, ഞങ്ങൾ അവിടെ പോയി അവരെ കുളിപ്പിച്ച് അവരെ ക്രമേണ അവരുടെ അവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു. കർത്താവിന്റെ സ്നേഹത്തെ പങ്കുവെച്ച് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ചില നിത്യതയ്ക്ക് അവകാശികളാകുവാനിടയിൽ തീർന്നു. ദൈവമാർഗം കടക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ, വചനം പറയുന്നു, നിന്റെ ആഗ്രഹത്തെ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ അടുക്കലേക്ക് സുവിശേഷം എത്തിക്കണം. ഞങ്ങള് കഴിഞ്ഞിടയിൽ കേൾക്കോടയെ തീർന്നു. അവിടെ നിന്ന് അനേകര് ചർച്ചുകളിൽ പോകുന്നുണ്ട്. അവിടെ അവസ്ഥകൾ മാറി. അവിടെ പലരും സ്കൂളിൽ പോയി തുടങ്ങി. അവിടെ സിറ്റുവേഷനിൽ മാറി. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളെ കർത്താവിന്റെ മുന്നേ വയ്ക്കുകയാണെങ്കിൽ ഇന്നെല്ലാം നാളെ ആയാലും ആഗ്രഹത്തെ പൂർത്തിയാക്കുവാൻ ദൈവത്തിന് സാധിക്കുക. അത് ഇമ്പോസിബിൾ ആയിരിക്കാം. ദൈവത്തിന് ഒരിക്കൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അവിടെ കൊണ്ടുചെന്ന്
എന്ന് പറഞ്ഞ ആ കർത്ത സാധ്യത ഇല്ലാത്ത സാഹചര്യത്തെ എന്ന് പറഞ്ഞ വചനം പറയുന്ന പോലെ ഒന്നുമില്ല എന്ന് സകലത്തെ ഉളവാക്കിയ ദൈവം, മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവം, സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. അതിന് ഞാൻ ഉത്തമ സാക്ഷിയാണ്. ഞങ്ങൾ പഞ്ചാബിലിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ദൈവം, ഞങ്ങൾ വിസിറ്റിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനൊരു ദൈവ ശബ്ദം കേൾക്കുകയാണ്, ഉണർവിന് വേണ്ടി ഒരുങ്ങുക. ഞാൻ ആ സമയത്തൊന്നും അതിനെപ്പറ്റി കേട്ടിട്ടില്ല, ശബ്ദമൊന്നും കേട്ടിട്ടില്ല. കാരണം ഞങ്ങളുടെ മൊബൈലിന്റെ വലിയ ഇതൊന്നും ഇല്ല, മീൻസ് നല്ല മൊബൈലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യങ്ങളാ. സോ ഞാൻ ദൈവശബ്ദം കേൾക്കുകയാണ്, ഉണർവിന് വേണ്ടി ഒരുങ്ങുക. ഞാൻ എന്റെ ഈ കേട്ട ദൈവശബ്ദം ഞാൻ എന്നെ ചർച്ചിലുള്ള ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, സഹോദരിമാരോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും 10 മണി മുതൽ 12 മണി വരെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ ഞാനൊരു ദൈവശബ്ദം കേട്ടു, ഒരു ഉണർവിന് വേണ്ടി നമ്മുടെ ദേശത്തെയും സഭയെ ഒരുക്കുക. സോ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങളുടെ സഭ ഉണരണം, ഞങ്ങളുടെ ദേശം ഉണരണം, ഒരു ഉണർവിനെ ഞങ്ങളുടെ ദേശത്തേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ കേൾക്കണമോ, ആ ദിവസങ്ങളിൽ സംഭവിച്ചത് ഓരോ ഞായറാഴ്ചകളും പുതിയ പുതിയ കുടുംബങ്ങൾ സഭയ്ക്കകത്ത് വരാൻ തുടങ്ങി. ആ ദേശത്ത്, ഞങ്ങൾ അവിടെ ആയിരുന്ന ആ ദേശത്ത് നിന്ന് അനേക കുടുംബങ്ങൾ കർത്താവിനെ അറിവേണ്ടെത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജനുവരി 26-ാം തീയതി ഞങ്ങളൊരു തീരുമാനം എടുത്തു, സഹോദരിമാരുടെ ഒരു പ്രാർത്ഥന ഏകദിന മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി സഹോദരിമാർ വന്നു, 100 സഹോദരിമാരെ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ തന്നു. സോ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ, ആ മീറ്റിംഗ് നടക്കുന്ന തലേ ദിവസം എന്റെ പ്രാർത്ഥനയാണ്, കർത്താവെ ഞാൻ ഫസ്റ്റ് നടത്തുന്നത് ഒരു എങ്ങനെയൊന്നും അറിയത്തില്ല, കർത്താവെ ഈ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രസംഗിക്കാനൊന്നും അത്രയൊന്നും പറ്റത്തില്ല, കർത്താവെ ദൈവം ഇറങ്ങി വന്നില്ല എങ്കിൽ അതിനു മുന്നേ എന്റെ ജീവൻ എടുക്കണമെന്ന് പ്രാർത്ഥിച്ച് വളരെ വിഷമത്തോടു കൂടിയാ പോകുന്നത്. കർത്താവ് ഞാൻ എന്താ പ്രസംഗിക്കുക ഈ ജനത്തോട് എന്ന് പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, പ്രെയർ സ്റ്റാർട്ട് ചെയ്തു, മെസ്സേജിലൂടെ സ്റ്റേജിൽ കയറി മൈക്ക് കയ്യിലെടുത്തതും ഒരു അസാധാരണമായ ഒരു ദൈവശക്തി ഞങ്ങളെ ഹാളിലേക്ക് ഇറങ്ങി വരികയും, പിന്നെ മൈക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, മൈക്കിനെ താഴെ വെച്ചു, ജനം ആത്മാവിലാകുകയും അത്ഭുതങ്ങളും ദൈവപ്രവൃത്തികളും അവിടെ നടക്കേണ്ടി തീർന്നു. എനിക്ക് ഈ ഒരു സംഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ വെറും പാത്രങ്ങൾ മാത്രമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം അനേക സഹോദരിമാരെ ആ ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുകയും സഹോദരിമാരുടെ ഇടയിൽ ഒരു വലിയ ഉണർവുണ്ടാകാൻ തീർന്നു. ആ മീറ്റിംഗ് ഇന്നും പഞ്ചാബില് ജനുവരി 26-ാം തീയതി ഒത്തിരി സ്ഥലങ്ങളിൽ ഈ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഒത്തിരി സഹോദരിമാരെ അവരെ എന്തോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഒന്നായി മാറുവാൻ തീർന്നു. അത് ഒത്തിരി സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ദൈവശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസത്തോടു കൂടെ അതിനുവേണ്ടി നാം സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ ബാക്കി ചെയ്യുന്ന ദൈവമാണ്. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ പറയുന്നത്, നമ്മൾ ദൈവശബ്ദം കേട്ടിട്ട് മടിച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ തയ്യാറെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ ശക്തനാണ്. നമ്മൾ ആര് എന്നതല്ല വിഷയം, നമ്മളെ ദൈവശബ്ദം അനുസരിച്ചോ, അതാ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവശബ്ദം അനുസരിക്കുവാൻ ഒരു ഭോഷനെ പോലെ നാം അനുസരിക്കാൻ തയ്യാറെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം ബൈബിളിലെ പല കഥാപാത്രങ്ങള് ദൈവശബ്ദം കേട്ട് ചാടി ഇറങ്ങിയവരാ, പക്ഷെ അവരൊന്നും പരാജയപ്പെട്ടു പോയിട്ടില്ല. ഇന്ന് പകൽക്കാല പ്രേക്ഷകരോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്, ദൈവശബ്ദത്തിന് മുന്നേ ആരും പതറി നിൽക്കരുത്, ദൈവം നടത്തുവാൻ വിശ്വസ്തനാണ്. സോ ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നത്. പഞ്ചാബില് ഒത്തിരി സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബൈബിള് ട്രാക്റ്റുകള് കൊടുക്കുവാന്, അനേകരുടെ സുവിശേഷം പറയാൻ, അനേകരെ ക്രിസ്തുവിൽ നേടുവാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സമയത്ത് ഞങ്ങളെല്ലാ ജീവിതത്തിൽ വലിയൊരു ഇൻസിഡന്റ് നടക്കുവാൻ തീർന്നു. അന്ന് കുഞ്ഞ് നഴ്സറിയിൽ പഠിക്കുകയാണ്. ഞങ്ങളൊരു ഡിസംബർ 20-ാം തീയതിക്ക് ശേഷം ഞങ്ങളൊരു ഔട്ട്റീച്ച് നടക്കുമായിരുന്നു. ഔട്ട്റീച്ച് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്കറിയാം പഞ്ചാബിൽ ഞങ്ങൾ ഔട്ട്റീച്ച് ചെയ്യുന്നത് ടെന്റ് ഇട്ട് ട്രാക്ട് കൊടുക്കും. ഈ തണുപ്പ് സമയങ്ങളിൽ മിക്കവാറും ദിവസങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഡിസംബർ മാസത്തെ, അതുപോലെ തന്നെ ഓഗസ്റ്റ് 15, ജനുവരി 26 ഇങ്ങനെ ഔട്ട്റീച്ച് നടത്താറുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ ട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ സഭയായിട്ട് ഒത്തിരി സഹോദരന്മാരുണ്ട്. സഭയായിട്ട് ഞങ്ങൾ പോയി ഒരു പത്താൻകോട്ട് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന അവിടെയുള്ള ഹൈവേയുടെ സൈഡിലാണ് ഞങ്ങൾ ടെന്റ് ഇട്ടേക്കുന്നത്.
അവിടെ ഞങ്ങള് വലിയ വലിയ ടെന്റ് ഇടുന്നത്. സോ ഞങ്ങൾ ചായയും ട്രാക്റ്റും കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ ഔട്ട്റീച്ച് നടത്തുന്ന സമയത്ത് ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അച്ചാച്ചൻ കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരു കെട്ട് ട്രാക്ട് എടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് കൊണ്ട് ആ ഫ്രണ്ട് നിൽക്കുന്ന ചേച്ചി കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേ ആ ഫ്രണ്ട് നിൽക്കണം, ഞങ്ങളെല്ലാം ബിസി ആയിട്ട് എല്ലാം ട്രാക്ട് കൊടുത്തോണ്ട് നിൽക്കുന്നു, ട്രാക്ട് കൊടുക്കുന്നു, ചിലർ ചായ കൊടുക്കുന്നു. നല്ല തണുപ്പാണ്, ഡിസംബർ മാസങ്ങളില്. സോ ഈ സമയത്ത് കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു. പിന്നെ ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല, കാരണം അവൻ ടെന്റിനകത്ത് വന്നിരിക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ കുറെ കഴിഞ്ഞിട്ട് ഏകദേശം ഞങ്ങൾ ഔട്ട്റീച്ച് കഴിയാറായപ്പോൾ ഞങ്ങൾ നോക്കും, ഞങ്ങളെ കുഞ്ഞിനെ കാണാനില്ല. സോ ഞങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങോട്ട് പോയത്. കാരണം അതിനു മുന്നേ കുറെ നാടോടികളായ ആൾക്കാർ ഞങ്ങളെ ടെന്റിലേക്ക് വന്ന്, ഇവൻ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് ഇവനോട് കഥയും പറഞ്ഞു ഒത്തിരി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോഴും ഞങ്ങൾക്ക് സംശയമായി ഇവർ പിടിച്ചുകൊണ്ട് പോയെന്ന്. ആകെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറി. കാരണം ഇവൻ അവിടെ അടുത്തുള്ള കടക്കാരെല്ലാം ഇവനെ നോട്ട് ചെയ്തു. കാരണം ഇവൻ അതുപോലെ ഭയങ്കര ആക്റ്റീവ്, ട്രാക്ട് കൊടുക്കാനാകട്ടെ മറ്റുള്ള സംസാരിക്കാനാകട്ടെ എല്ലാതും ഭയങ്കര ആക്റ്റീവായ സമയമായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്കും ആ കടക്കാർക്കെല്ലാം പക്ക ഇതായി ഇവര് പിടിച്ചുകൊണ്ട് പോയിന്ന്. സോ ഇവരെങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ സമയത്ത് ഏകദേശം പിന്നെ അവിടുത്തെ സഹോദരന്മാരും കടക്കാരും ചേർന്ന് വാഹനങ്ങൾ എടുത്ത്, നമുക്കറിയാം ആ സ്ഥലത്ത് എല്ലായിടത്തും ഓടി, കുഞ്ഞങ്ങോട്ട് പോയി കാണാനില്ല. പക്ഷെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം 10 മണി കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ കയ്യിൽ ട്രാക്ടർ എടുത്ത് കൊടുത്തത് അച്ചാച്ചനാണ്. പക്ഷേ ഏകദേശം 1 മണി ആകാറായ സമയത്ത് അവിടെ ഒരു മരണ വീടിന്റെ ഒരു അവസ്ഥ ഞങ്ങൾ അവിടെ ഉണ്ടാകുവാനിടയിൽ തീർന്നു. ഏകദേശം 1 മണിയാകാറായപ്പോൾ ആ കുഞ്ഞ് അതേ ട്രാക്റ്റുമായി പോയതുപോലെ തിരിച്ചു വന്നു. നമുക്കറിയാം നേഴ്സറി പഠിക്കുന്ന ഒരു കുഞ്ഞിന് ഏകദേശം 3.5-4 വയസ്സേ ഉള്ളൂ. അവന് പോകുന്നത് പട്ടാൻകോട്ട് എന്ന് പറഞ്ഞ ഹൈവേ ആണ്. എപ്പോഴും ഇങ്ങനെ വാഹനങ്ങൾ പോകുന്ന, നമുക്ക് നോർത്ത് ഇന്ത്യയിലെ വലിയ വലിയ മെയിൻ സിറ്റിയില്ല. നമുക്കറിയാം ഒത്തിരി അവിടെ മനുഷ്യ ബലി കൊടുക്കുന്ന സ്ഥലം അടുത്തൊക്കെ ഉണ്ട്. അപ്പൊ ചിലര് പറഞ്ഞു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല, പിടിച്ചുകൊണ്ട് പോയി ബലി കൊടുക്ക് എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞങ്ങളുടെ അകത്ത് ഭയങ്കര, ഞങ്ങളവിടെ മുഴങ്കാൽ മടക്കി, ആ ടെന്റിനകത്ത് മുഴങ്കാൽ മടക്കിയിട്ട് വന്നു, കർത്താവേ ഇതൊരു വാഗ്ദത്ത കുഞ്ഞാണ്, ഞങ്ങൾക്ക് ദൈവമാണ് കുഞ്ഞിനെ തന്നെങ്കിൽ അവനെ തിരിച്ചു നൽകണമേ എന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഏകദേശം 1 മണി ആകാറായ സമയമായപ്പോൾ ഈ കുഞ്ഞ് പോയതുപോലെ തന്നെ തിരിച്ചു വന്നു. പോകുന്ന അവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോകാൻ, റോഡിന്റെ സൈഡിൽ ഇങ്ങനെ പോകാൻ, ആ ചേച്ചി നോക്കി പോയതാ. പക്ഷെ അവളെ കണ്ടില്ല, അതുകൊണ്ട് ഇവൻ അങ്ങ് യാത്ര ചെയ്ത് പോയതാ. പക്ഷെ പലരും ചോദിച്ചു മോൻ എങ്ങോട്ടാ പോകുന്നത്? അത് ഞങ്ങൾക്ക് അറിയാതെ അല്ലെങ്കിൽ അവൻ ടെൻഷൻ ആകാതെ പറഞ്ഞു, ഞാൻ ഇത് കൊണ്ട് ചേച്ചി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആർക്കും ഒന്നും എന്താ പറയുക, സംശയിക്കാൻ ഒന്നും കാരണമായി തീർന്നില്ല. അവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരുവാനെത്തും. നമ്മുടെ ദൈവം ആരാണ്? മഹാനായ ദൈവം. ഇത് നമ്മുടെ ജീവിതത്തില് വലിയൊരു ഇൻസ്പിറേഷനായി. നമ്മുടെ ഓരോ സാഹചര്യത്തിന് മുൻപാകെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങളാ. ഇതേ കുഞ്ഞ് തന്നെ ഏകദേശം ഒരു 2.5 വയസ്സുള്ളപ്പോൾ ഒരു പൈസ എടുത്ത്, 1 രൂപയുടെ കോയിൻ എടുത്ത് വിഴുകാനെടുത്ത് തന്നു. അത് അബദ്ധത്തിൽ പോയതാണ്. പക്ഷെ ഒത്തിരി ഇതുപോലെ അനുഭവങ്ങൾ കുഞ്ഞിന്റെ ജീവിതത്തിൽ വന്നു. പക്ഷെ വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒന്നിനും കഴിയത്തില്ല. ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യാം, പക്ഷേ എൻഡോസ്കോപ്പി ചെയ്യാൻ ഡേറ്റ് തന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, എടുത്ത് ആ കോയിൻ പുറത്തെടുക്കാൻ, അങ്ങനെ ക്രോസ് ചെയ്തിരിക്കുവായിരുന്നു. ഈ കുഞ്ഞിന് കുടിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റാതെ വേണം. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് കുഞ്ഞിന്റെ മേൽ കത്തി വയ്ക്കുവാൻ ദൈവം അനുവദിക്കരുത്. കർത്താവ് ആ പൈസ കോയിൻ അതുപോലെ തിരിച്ചു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഡോക്ടർ ഞങ്ങൾക്ക് ആ പൈസ നേരെയായി ആ താഴേക്ക് പോകാനിടയിൽ തന്നു. പക്ഷേ ഞങ്ങൾ 3 ദിവസത്തെ ഉപവാസം ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ അവിടെയുള്ള ആൻഡമാൻസിലുള്ള ഒത്തിരി പേര് ഞങ്ങൾ ഒത്തിരി തെറി പറഞ്ഞു, നിങ്ങൾ ഭോഷന്മാരാണ്, നിങ്ങൾ കൊച്ചിനെ കൊല്ലാൻ കൊടുക്കുകയാണ്, ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല, കാരണം അവരൊരു ഓപ്പൺ സർജറി ചെയ്യണം, അല്ലാതെ കോയിൻ കിട്ടത്തില്ല. പോയിട്ട് 3 ദിവസമായി കോയിൻ അകത്ത് പോയിട്ട്. പക്ഷേ ഞങ്ങൾ 3 ദിവസം ഉപവാസം ഡിക്ലെയർ ചെയ്തു. ഞങ്ങള് ഒത്തിരി പേര്, സഭയിലുള്ളവരും പുറത്തുവരും, ഞങ്ങൾ ഒത്തിരി വഴക്ക് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, വെള്ളം കൊടുത്തു. 3ന്റെ ആ കോയിൻ മാത്രം പുറത്തു വരുവാനായി. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മാറാത്തവൻ, അത്ഭുതങ്ങളുടെ ദൈവം, സർവശക്തിമാനായ ദൈവമാണ്. പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന, ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അതിനുശേഷം അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വലിയ ടാലന്റോ കഴിവോ ഒന്നും തന്നെ ഇല്ല. പാട്ട് പാടാനായിട്ട്, ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ എനിക്കാകട്ടെ അച്ഛനാകട്ടെ അങ്ങനെ ഒരു കഴിവും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവന് ഏകദേശം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവന്റെ ഭയങ്കര ആഗ്രഹമാണ് ഇവന് കീബോർഡ് വായിക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ ആൻഡമാൻസിൽ ഒരു ദൈവദാസൻ
കടന്നു വരാനായി തീർന്നു. അദ്ദേഹം കീബോർഡ് വായിക്കാൻ അറിയാം, നല്ല പാട്ടുകാരനാ. അദ്ദേഹത്തോട് ആ പാസ്റ്ററോട് പോയി ചോദിച്ചു, അപ്പച്ചാ എനിക്ക് ഒന്ന് കീകൾ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു, കോഡ് പഠിപ്പിച്ചു തരാമെന്ന് ചോദിച്ചു. എന്നാൽ ഇവന് 1-ാം ക്ലാസ്സിൽ പഠിക്കുവാന്. അന്നേരം കുഞ്ഞു പിള്ളേർക്കൊന്നും കളിക്കേണ്ട സാധനമല്ല എന്ന് പറഞ്ഞ് ഇവൻ ഒത്തിരി ഷൗട്ട് ചെയ്തു, ഒത്തിരി വഴക്ക് പറഞ്ഞ് ഇവൻ ഓടിച്ചു വിട്ട്. ഇവൻ വളരെ വേദനയോടുകൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് ഒത്തിരി ആഗ്രഹമാണ്, അപ്പച്ചൻ എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് കീബോർഡ് പഠിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ മോനെ ദൈവം ഇത് കഴിവ് തരും, ദൈവം കൃപ തരും, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഇത് അവന്റെ അകത്ത് വരും ദിവസം ദൈവം തന്നെ ഈ മേഖല ദൈവം തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ സാമച്ചൻ പുനലൂരുള്ള ഒരു പ്രവാചകൻ ആൻഡമാൻസിൽ വരുവാണ്ട് തുറന്ന് വേറൊരു ദേവദാസനെ ക്ഷണിച്ചതാണ്. ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുവാനായിട്ട് തീർന്നു. ആ സമയത്ത് ഈ ബ്ലസ്സൻ മോന്റെ, അതായത് ഇവന്റെ വീട്ടിൽ ഞങ്ങൾ വിളിക്കുന്ന ബ്ലസ്സൻ എന്നാണ്, വയസ്സും പേരും വിളിച്ച് ഈ മോനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കീബോർഡിസ്റ്റ് ആവും, നീ ഒരു പാട്ടുകാരനാണ്, നീ വർഷിപ്പ് ലീഡർ. ദൈവത്തിന് ഒത്തിരി ആലോചനകൾ പറയാനായിട്ട് തീർന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ചാച്ചനൊരു ദർശനം കാണുക, കുഞ്ഞ് കീബോർഡ് വായിക്കുവാണ്. ആ സമയത്ത് ഞങ്ങളൊരു ചെറിയൊരു കീബോർഡ്, ഒരു മിനി കീബോർഡ് അവന് ഗിഫ്റ്റ് ചെയ്തായിരുന്നു, ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഈ സ്വപ്നം കണ്ടിട്ട് എണീക്കുമ്പോൾ കുഞ്ഞ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീബോർഡിൽ അതേ പാട്ട്, ഏത് പാട്ടാണോ സ്വപ്നം കണ്ടത് അതേ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ദൈവകൃപയാല് അവന് അനുഗ്രഹിക്കപ്പെട്ട കീബോർഡ് വായിക്കുന്ന ഒരു കുഞ്ഞാക്കി ദൈവം മാറ്റമുണ്ടായി തീർന്നു. നമ്മുടെ കഴിവുകളല്ല, കഴിവ് ദൈവമാണ് തരുന്നത്. എവിടെ മാറ്റി നിർത്തുന്നോ, എവിടെ അപമാനിക്കുന്നോ, എന്തിനു വേണ്ടി നമ്മൾ അപമാനിക്കുന്നോ അതേ വിഷയത്തിൽ മാനിക്കുവാൻ ദൈവശക്തനാണ്. നമുക്കറിയാം ആൻഡമാനില് നമ്മുടെ പല മിനിസ്ട്രിയില്, എല്ലാ മിനിസ്ട്രിയിലും കുഞ്ഞു ഞങ്ങൾ ബ്ലെസ്സഡ് ആണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നമുക്ക് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയാം, ദൈവം മാനിക്കുക ശക്തനാണ്. നമ്മുടെ അനുഭവമല്ല, എക്സ്പീരിയൻസ് അല്ല, കഴിവും കൃപയും നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങളെ ആരും മാറ്റി നിർത്തി എന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. കഴിവ് തരുവാൻ, കൃപ തരുവാന് നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവം എന്ന് പറയുന്ന ദൈവം അത് ഗോഡ് ഓഫ് മിറക്കിൾ ആണ്. ദൈവം സർവശക്തനായ ദൈവമാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കുഞ്ഞുങ്ങൾ മിനിസ്ട്രിയിൽ വല്ല ബ്ലെസ്സഡ് ആണ്. അവന് ഞങ്ങൾക്ക് ആർക്കും കഴിവില്ല എങ്കിൽ ദൈവം അവന് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങള് തിരിച്ച് ബോംബെയിൽ നിന്ന്, ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് വീണ്ടും ഞങ്ങൾ പഞ്ചാബിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാ മാസവും ഒക്ടോബർ മാസത്തില് ഞങ്ങൾ 1 മന്തിന്റെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കാറുണ്ട്. ഏകദേശം 2.5 വർഷം ആകാറായി. ആ സമയത്ത് അന്നേരം അവിടെ വന്ന ഒരു ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞ്, നിന്നെ ഞാൻ കിഴക്കോട്ട് യാത്ര ചെയ്യിക്കുവാണ്, നീ പുറപ്പെടാൻ റെഡിയാകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന് മുന്നേ, അത് മാർച്ച് മാസത്തിൽ ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കർത്താവ് ഇനി എങ്ങോട്ടാ പോകണം എന്നിങ്ങനെ വിചാരിക്കുമ്പോഴേ കർത്താവ് പറഞ്ഞല്ലോ, മാർച്ച് മാസത്തിൽ ഞാൻ നിന്നെ അയക്കും. ഇത് പറയുന്നത് ഒക്ടോബർ മാസത്തിലാ. ഞങ്ങൾ അവിടുത്തെ സീനിയർ ദേവദാസനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാൻ പോകാൻ, ഞങ്ങൾ ഇവിടുത്തെ മിനിസ്റ്റർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും കിഴക്കോട് ദൈവം അയക്കുവാന്ന് പറഞ്ഞു. ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക, ഞങ്ങൾ സോൾവ് ചെയ്തു തരാം, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളോട് ഇല്ല, ദൈവം ഞങ്ങളോട് പറയുവാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുവാന്. പിന്നെ അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തോടു കൂടി സഭയിൽ പറഞ്ഞു ഞങ്ങള് മാർച്ചോടുകൂടി ഇവിടെ നിന്ന് നീങ്ങുവാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങോട്ടാ പോകണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞ വാക്കിനെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങള് അതിനു വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. സ്കൂളില് നമുക്കറിയാം മാർച്ച് മാസത്തെ അടുത്ത അഡ്മിഷൻ എടുക്കണം. അന്ന് കുഞ്ഞ് UKG പഠിക്കുമായിരുന്നു. 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കണം. സ്കൂളിൽ പോയി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾ അഡ്മിഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി, ഞങ്ങൾ പറയാം അടുത്ത അഡ്മിഷന് വേണ്ടി. കാരണം ആ സമയത്ത് കുഞ്ഞ് സ്കൂളിലെ ടോപ്പായിരുന്നു, LKG UKGയിലെല്ലാം ടോപ്പായതുകൊണ്ട് ഇവൻ അഡ്മിഷൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ ദൈവം പറഞ്ഞു മാർച്ചോടുകൂടി നിങ്ങൾ അവിടെ യാത്ര ചെയ്യുമെന്ന്. പക്ഷെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഞങ്ങൾ മാർച്ച് 1-ാം ആ ഫസ്റ്റ് വീക്ക് തന്നെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ വൈവാമിന്റെ ടീമിനോട്, അവിടെ ഒരു ടീമുണ്ട് വൈവാമിന്റെ, ആ ടീമിനോട് പറഞ്ഞു ഞങ്ങളെ സാധനം കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ വീട്ടിൽ വെക്കണം. ദൈവം ഞങ്ങളോട് പറഞ്ഞ് മാർച്ച് മാസത്തോട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഞങ്ങളിൽ ഒരു ബാലൻസ് ഇല്ല, ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, കുഞ്ഞിന്റെ വിദ്യാഭ്യാസം, നാളെ ഞങ്ങൾക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു അതുപോലെ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങള് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു തീരുമാനം, കർത്താവ് എവിടെ പോയാലും ടിക്കറ്റും വേണം, ദൈവം ഞങ്ങൾ അയക്കുന്ന വ്യക്തമായിട്ട് ഞങ്ങൾ അയക്കുകയും ചെയ്യണം. അങ്ങനെ ഇരിക്കുക ആൻഡമാനിൽ നിന്ന് വീണ്ടും ഞങ്ങളുടെ ഒരു സീനിയർ പാസ്റ്റർ ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ
പഞ്ചാബിൽ നിന്ന് മാറുവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിവിടെ തന്നെ മടങ്ങി വരാം. നിങ്ങൾ പൂർണ്ണ സ്വാഗതം. അപ്പൊ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞ ചില അടയാളമുണ്ട്. കർത്താവ് ഞങ്ങൾക്ക് അഡ്വാൻസിൽ പോവാണെങ്കിൽ 3 പേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് നല്ലൊരു എമൗണ്ട് ആവും. സോ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ടിക്കറ്റിനായിരുന്നു. ഞങ്ങൾ ആ ദൈവദാസോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, ടിക്കറ്റ് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് 3000 രൂപ മാത്രമാണുള്ളത്. പക്ഷെ എങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. മാർച്ച് മാസത്തിന്റെ ലാസ്റ്റ് ആയി ഏകദേശം 20 കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ഒരു ഏജന്റ് അടുത്ത് പോയിട്ട് ഏജന്റിന്റെ നമ്പർ തരാൻ പറഞ്ഞു. അത് ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പാസ്റ്റർ ഡയറക്റ്റ് പൈസ അയച്ചു കൊടുക്കുകയും ഞങ്ങൾ അവിടെ നിന്ന് സെൻഡ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ ലഭിക്കേണ്ടി തീർന്നു. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്, ദൈവം പറയുന്ന അതുപോലെ നമ്മൾ അനുസരിച്ചാൽ ഒരു പക്ഷെ നമ്മുടെ മുന്നൊന്നും കാണത്തില്ല, പക്ഷെ നമ്മൾ അതുപോലെ അനുസരിച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ മുന്നേ കാണുവാനിടയായി തീരാ. ഞങ്ങളെ അവിടെ നിന്ന് അങ്ങനെ മാർച്ച് 31 ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്തു. 1 ഏപ്രിൽ 1 വീണ്ടും നിങ്ങൾ തിരിച്ച് ആൻഡമാൻസിലേക്ക് എത്തുവാനിടയിൽ തീർന്നു. ഈ എത്തുന്ന സമയത്ത് നമുക്കറിയാം കുറെ പാഴ്സലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, കുറെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബുക്സ് ഞങ്ങളെ ഒത്തിരി ബുക്സിന്റെ കളക്ഷൻ ഉണ്ട്. കാരണം ബുക്ക് റീഡിങ് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഒത്തിരി ബുക്കുകൾ ഞങ്ങളുടെ കളക്ഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ സാധനം ഞങ്ങൾക്ക് ആൻഡമാൻസിലേക്ക് അയക്കണമെങ്കിൽ ഏകദേശം 10,000 രൂപ അതിനാവശ്യമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം 15,000 രൂപ ഞങ്ങൾക്ക് സാധനം അയക്കാൻ ആവശ്യമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ വെറും 3,000 ഉണ്ട്. ഞങ്ങൾ ആരും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയോ ഇത് ചോദിക്കുകയോ ചെയ്യാറില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അകത്തൊരു ചിന്തയായി, കർത്താവ് ഞങ്ങൾ എങ്ങനെ ഈ സാധനങ്ങൾ ആൻഡമാൻസിലേക്ക് അയക്കുന്നത്? ഞങ്ങൾ കുറച്ച് പാത്രങ്ങളുണ്ട്. കാരണം ഞങ്ങൾ വീണ്ടും പാത്രങ്ങൾ മേടിച്ച് ഞങ്ങൾ കളക്ട് ചെയ്തു. കാരണം ഞങ്ങൾ ബോംബെയിൽ വെച്ച് ഞങ്ങൾ പാത്രത്തിന് വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ടി ചെറിയൊരു ആവശ്യം, ഫാമിലിക്ക് വേണ്ടി എല്ലാ കാര്യം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും അത് കൊണ്ടുപോകാറുണ്ട്. സോ ഞങ്ങൾക്ക് ബുക്ക് ഈ പാത്രങ്ങൾ ഞങ്ങൾക്ക് ആൻഡമാൻസിലേക്ക് അയക്കണം. ഈ സമയത്ത് ഞങ്ങൾ ആ സെൻഡ് ഓഫ് ചെയ്യുന്നതിന്റെ ആ തലേ ദിവസം ഒരു ചർച്ചിൽ ഒരു വിശ്വാസി അവിടെ ജോലി ചെയ്യുന്നത്, അവർ ഈ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലും അല്ലെങ്കിലൊക്കെ പിറക്കി വിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അതിന് അങ്ങനെ കൊടുക്കുന്ന ഒരു സമൂഹം ഒരു കമ്മ്യൂണിറ്റി പഞ്ചാബിലുണ്ട്. അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചിലവർ നമ്മുടെ ചർച്ചിലേക്ക് വരുന്നത് അത്രയ്ക്ക് പാവങ്ങളാണ്. ആ സഹോദരി വന്നിട്ട് പറയുകയാണ്, പാസ്റ്റർ ഞങ്ങളെ വീട്ടിലേക്ക് ഒന്ന് വരണം, നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വരണമെന്ന്. അങ്ങനെ ഞങ്ങള് ഇവിടെ വീട്ടിലേക്ക് പോയപ്പോ നമുക്കറിയാം മാക്സിമം അവർ തന്നെങ്കിൽ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ മാക്സിമം. നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇവരങ്ങനെ കൊടുക്കാൻ പറ്റാത്തവരാ. പക്ഷെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്തെ ഇവർ ഞങ്ങളുടെ കയ്യിൽ ഒരു കവർ തന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ 10,000 രൂപ ആ ആന്റി ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. ഞങ്ങൾ വിചാരിച്ചു ഇവരുടെ കയ്യിൽ എങ്ങനെയാ ഈ 10,000 രൂപ കിട്ടുക? അവർ പറയുകയാണ് 10 മാസത്തെ ദശാംശമായിരുന്നു. ഈ പൈസയുമായിട്ട് ഇവർ അവിടുത്തെ ദൈവദാസന് കൊടുക്കാൻ പോയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾ ദൈവദാസന് കൊടുക്കരുത്, അശോക് പാസ്റ്ററിന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ പൈസ തിരിച്ച് മറ്റേ കയ്യിൽ വെച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞ്, പാസ്റ്റർ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. ഇന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ദൈവം പുലർത്തുന്ന വിധങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വർണ്ണിച്ചാലും മതി വരത്തില്ല. നമ്മൾ ഒരു പക്ഷെ മാനുഷിക കരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ചോദിച്ചു വാങ്ങി എന്ന് ഒരു നിന്ദയ്ക്ക് കാരണമായി തീരും. പക്ഷേ നമ്മൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തില് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ദൈവം ചെയ്യുവാൻ ശക്തനാണ്. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിലും മതി നിങ്ങൾ വിഷമത്തോടെ ഇരിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. 100 കണക്കിന് അനുഭവങ്ങളിൽ കൂടെ എനിക്ക് പറയാൻ കഴിയാം. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മതി ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ, വഴി അടയപ്പെട്ടോ അല്ലെങ്കിൽ സാഹചര്യം ഒന്നും തന്നെ ഇല്ലയോ, അതിന്റെ മധ്യ പ്രവർത്തിക്കുക ദൈവ സർവശക്തനായ ദൈവമാണ്. അങ്ങനെ ഞങ്ങൾക്ക് അത്ര ആവശ്യം ഞങ്ങൾ വന്നില്ല. പക്ഷെ അതിനകത്ത് തന്നെ ഞങ്ങൾക്ക് അതിൽ നിന്ന് ബാക്കി വരുവാനായി തീർന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് ആൻഡമാൻസിലേക്ക് തിരിച്ചു വരുവാനായി തീർന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങൾ ആൻഡമാനിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ രണ്ടാമത് ആൻഡമാനിലേക്ക് വരുന്നതിന് മുന്നേ ഞങ്ങളൊരു ദൈവശബ്ദം കേട്ടു. ഒരു ദൈവദാസനിൽ കൂടിയും പറയാനിടയിൽ തീർന്നു, ഞാൻ നിന്നെ ടീമായിട്ട് ഞാൻ നിന്നെ കവലകളിൽ നിർത്ത്, നീ റെഡിയാകാൻ പറഞ്ഞു. ടീമായിട്ട് നിങ്ങൾ കവലകളിൽ നിൽക്കും. ഇപ്പൊ ഞങ്ങൾക്ക് അന്നേരം അങ്ങനെ ഒരു കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഈ ദൈവശബ്ദം ഒരു ദൈവദാസൻ ഷെയർ ചെയ്തോ, നമുക്ക് ഇതുപോലെ പരസ്യവും സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ നമുക്കറിയാം ആൻഡമാൻസിൽ പബ്ലിക്കിൽ പോയി നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സർക്കാരിന് പെർമിഷൻ എടുക്കണം.
അങ്ങനെ ഞങ്ങള് ഡിസംബർ മാസം എല്ലാ വർഷവും 1-ാം തീയതി മുതൽ ഏകദേശം ഒരു 25, 26, 27 ദിവസം 27-ാം തീയതി വരെ ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഞങ്ങൾ ഔട്ട്റീച്ച് ആൻഡമാനിൽ ചെയ്യാറുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യം ആ ദേവദാസോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആ വർഷം ഔട്ട്റീച്ച് ചെയ്യാനായിട്ട് തീർന്നു. ഞങ്ങൾക്ക് പല സാധനങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് വാടകയൊക്കെ എടുത്താണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഔട്ട്റീച്ചിന് പോകുവാനായിട്ട് തീർന്നു. ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ഓരോ ദേശങ്ങളിലും പോയി ഞങ്ങൾക്ക് വചനവുമായി നിൽക്കുവാന് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ആൻഡമാൻസിലായിരിക്കുമ്പോൾ ഈ രണ്ടാമത്തെ ഞങ്ങൾ ആൻഡമാൻസിൽ പോയപ്പോൾ ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഔട്ട്റീച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീർന്നു. എല്ലാ ഡിസംബർ മാസവും 1-ാം തീയതി മുതൽ ഏകദേശം ഒരു 27, 28-ാം തീയതി വരെ ഞങ്ങൾ ആൻഡമാന്റെ ഓരോ കോണുകളിലും പോയി സുവിശേഷം വിളിച്ചു പറയും, ട്രാക്റ്റുകൾ കൊടുക്കും. എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സുവിശേഷം എത്തിക്കാമോ അതുപോലെയൊക്കെ ഞങ്ങൾ ദൈവകൃപയാൽ കഴിഞ്ഞ 9 വർഷമായിട്ട് ചെയ്തു വരുന്നു. സകല മഹത്വം ദൈവത്തിന്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ എന്റെ അകത്ത് വന്ന ബേർഡൻ ഇതായിരുന്നു, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവെ എന്നെ അയക്കണമെന്ന്. അതുപോലെ തന്നെ ദൈവം പല സ്ഥലങ്ങളിൽ പോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾ ആൻഡമാനിലേക്ക് പോയപ്പോൾ പല ദ്വീപുകളാണ്, ഏകദേശം 570 ദ്വീപുകളുണ്ട്. അതിൽ 36, 37 ദ്വീപുകളിലെ ജനങ്ങൾ താമസിക്കുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഓരോ ഐലൻഡുകളില് കർത്താവിന്റെ വചനമായിട്ട് പോകണം. പല ഐലൻഡുകളിൽ സുവിശേഷം എത്തിയിട്ടില്ല, പലയിടത്തും ചർച്ചുകളില്ല. സോ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ദൈവകൃപയിൽ കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് പല ഐലൻഡുകളിലും കർത്താവിന്റെ വചനവുമായി പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതിപ്പോ വള്ളത്തിലായിട്ട് ഒരിക്കൽ 2 ഐലൻഡുകളിൽ വള്ളത്തിൽ പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞാൻ അതിനെപ്പറ്റി എൻ്റെ അകത്ത് വലിയൊരു ബേർഡനായ വലിയൊരു ചലഞ്ചായ ഒരു സംഭവമായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ടീമായിട്ടാണ് പോകുന്നത്, വള്ളത്തിലാണ് പോകുന്നത്. വലിയ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നും ഇല്ല. നമുക്കറിയാം, ലൈഫ് ജാക്കറ്റോ മറ്റൊന്നും തന്നെ ഇല്ല. ഏകദേശം അകമെല്ലാം പൊളിഞ്ഞൊരു വള്ളമാണ്. കണ്ടപ്പോൾ തന്നെ പേടിയായി. അവിടെ വലിയ കറണ്ട് ഉണ്ട്. നമുക്കറിയാം, ചുഴികൾ, കടലിന്റെ ചുഴികളുണ്ട് പോകുന്ന വഴിക്ക്. ഞങ്ങൾ ഏകദേശം 10-12ഓളം പേരുണ്ട്. ഞങ്ങള് പോവുകയാണ്. പോകുന്ന വഴിക്ക് യാത്ര ചെയ്ത് ഈ വെള്ളം ഇങ്ങനെ വള്ളത്തിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അടുത്തിന് വെള്ളം ഇങ്ങനെ അടുത്തടുത്തുണ്ട്. നമ്മള് ഭജനത്തിൽ കാണുന്ന പോലെ ശിഷ്യന്മാർ പേടിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്ന പോലെ അങ്ങോട്ട് അനുഭവമാണ്. വള്ളത്തിൽ കയറി ആ നിമിഷം മുതല് ആ ഐലൻഡിൽ എത്തുന്നവരെ നിലവിളിയായിരുന്നു. കാരണം ജീവൻ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ജീവന്റെ വില എന്തെന്ന്. ഭയങ്കര ഭയന്നു പോകും. നമ്മൾ പ്രസംഗിക്കാൻ എളുപ്പ. നമുക്ക് യേശുവിന്റെ ആ വള്ളത്തിൽ പോയപ്പോ യേശു കാറ്റിനെ ശാസിച്ചു എന്നൊക്കെ പറഞ്ഞ്, അല്ലെ ശിഷ്യന്മാർ ഭയന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും കാണുന്നു. പക്ഷെ ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ ശരിക്കും നമ്മൾ ഭയന്നു പോകും. ഞാനൊക്കെ ശരിക്കും പേടിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ ഐലൻഡിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, നമ്മളെപ്പോലുള്ള സെയിം മനുഷ്യർ, അവർക്ക് അവിടെ വിദ്യാഭ്യാസ സ്കൂളില്ല, അതോടൊപ്പം തന്നെ നല്ല റോഡില്ല, അവിടെ നെറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് പറയാൻ, അങ്ങനത്തെ സാഹചര്യത്തിൽ താമസിക്കുന്ന ആൾക്കാരാ. പക്ഷെ അവരുടെ സുവിശേഷമായി കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മുടെ അകത്ത് എന്താണോ ആത്മഭാരം, നമ്മുടെ അകത്ത് എന്താണ് നമ്മുടെ ബേർഡൻ, നമ്മുടെ ഡിസയർ, അതിനെ പൂർത്തിയാക്കുവാൻ ദൈവം ശക്തനാണ്. ആൻഡമാന്റെ പല ഐലൻഡുകളില്, ചില ഐലൻഡുകളിൽ ഒരു ചർച്ചകളില്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷമായി പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം, ഞങ്ങൾ ഒരു ഐലൻഡിലേക്ക് പോയി. അവിടെയുള്ള ഹിന്ദു സഹോദരന്മാർ പറയുകയാണ്, അവർ ആദ്യമായിട്ട് കാണുകയാണ് ഈ ഔട്ട്റീച്ചും കാര്യങ്ങള്. ഞങ്ങളൊരു വണ്ടി വാടകയ്ക്ക് എടുത്തു. ഒരു ഹാഫ് ലോറി പോലത്തെ എടുത്തിട്ട് ഞങ്ങള് സാധനങ്ങളെല്ലാം അതിനകത്ത് കയറ്റി ഞങ്ങൾ ഒരു കോണം മുതൽ അങ്ങ് അറ്റം വരെ സുവിശേഷമുണ്ട്. ഓരോ ഗലികളിൽ ഞങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക, ട്രാക്റ്റും കൊടുക്കുക. ഹിന്ദു സഹോദരന്മാർ ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ നേരത്തെ ഞങ്ങളെ ഇൻഫോം ചെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഗ്രാൻഡ് ആയിട്ട് ഇവിടെ പ്രോഗ്രാം വെക്കുമായിരുന്നു. കാരണം അവർക്ക് അറിയത്തില്ല സംഭവം. കാരണം ഞങ്ങൾ അങ്ങനെ പല ഐലൻഡുകളിൽ സുവിശേഷമായി കടന്നു പോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ ദൈവത്തിന് മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇന്ന് വരെ കർത്താവ് കൂടെ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന്, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടതകള്, വേദനകള്, അനുഭവങ്ങള്, ഇന്നത്തെ അനുഭവം നാളത്തെ ടെസ്റ്റ് മണിയാണ്. ഇന്നത്തെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങള് നാളത്തെ നമ്മുടെ ടെസ്റ്റ് മണികളാണ്. ഒരുപക്ഷെ ആ സമയത്ത് ആരും നമ്മുടെ കൂടെ കാണത്തില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഓരോ അനുഭവത്തിലും, എൻ്റെ ജീവിതത്തിൽ പറയുവാനാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ ഓരോ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയും,
നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവനുള്ള മാതാപിതാക്കളെക്കാൾ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു പാട്ടുകാരൻ പറയുന്ന പോലെ പ്രാണനേക്കാൾ അടുത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും ഞങ്ങൾക്കറിയാം കൊറോണയൊക്കെ സമയത്ത് കൊറോണയുടെ ഒക്കെ സമയത്ത് അങ്ങനെ ആൻഡമാൻസിലുള്ളവരെയൊന്നും ആരും അങ്ങനെ അറിയത്തില്ല. പ്രത്യേകിച്ച് ഞങ്ങളെയൊന്നും അങ്ങനെ ആർക്കും അറിയത്തില്ല. ആൻഡമാൻസിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗൺ ആയ സമയം ഞങ്ങൾ ഇരിക്കുവാണ്. അന്നേരം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുഞ്ഞിന് ഏകദേശം 10,000 രൂപ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്ന് ഫീസ് അവരുടെ ഡ്യൂ എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഫീസ് അടയ്ക്കണം. കൊറോണയാണ്. ഒരു വഴികളൊന്നും തന്നെ ഇല്ല. ഞാനിങ്ങനെ ഞാനും അച്ഛനും കൂടെ ചർച്ചിൽ പോയിട്ട് ഇങ്ങനെ കർത്താവേ, നമ്മൾ അറിയുന്നവർ ആരും തന്നെ ഇല്ല. ഞങ്ങൾ പറഞ്ഞു നമ്മളെ അറിയുന്നവർ അങ്ങനെ ആരും തന്നെ ഇല്ലല്ലോ എന്ന്. ആ സമയത്ത് ഞാൻ പറയുന്ന നമ്മെ അറിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പറയാനാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഒരു 10,000 രൂപ ഞങ്ങളുടെ മൊബൈൽ, അതായത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. ആരിട്ടെന്നൊന്നും അറിയത്തില്ല. ഞങ്ങള് പ്രാർത്ഥിച്ച് കർത്താവെ, ആരെങ്കിലും അറിയാണ്ടാണ് ഈ 10,000 രൂപ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് അയച്ചുവെങ്കിൽ കർത്താവെ അത് അവർ തിരിച്ചെടുക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ആന്റിയുടെ വോയിസ് മെസ്സേജ് വരികയാണ്, പാസ്റ്റർ ഞാനൊരു 10,000 രൂപ അയച്ചിട്ടുണ്ട്, എനിക്ക് ദൈവാത്മാവ് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ വേണ്ടി, നിങ്ങളുടെ കുഞ്ഞിന്റെ ഫീസിന് വേണ്ടിയാ നിങ്ങൾക്ക് അയക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് നൽകുവാൻ എടുത്തു. അപ്പൊ ഞങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചത്? അന്നേരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് അജാജൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഈ ആന്റി അജന്റെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ പഠിച്ചതിന് ശേഷം ആന്റിയുമായിട്ട് വലിയ ബന്ധമില്ല. വർഷങ്ങൾക്ക് ശേഷം കൊറോണയുടെ സമയത്ത് ദൈവം ആ ആന്റിയോട് പറഞ്ഞു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഏതാണ്? നമ്മുടെ പ്രാണനേക്കാൾ നമ്മെ അറിയുന്ന, നമ്മോട് ചേർന്നിരിക്കുന്ന കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുക ദൈവ ശക്തനായ ദൈവമാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നമ്മളെ മറന്നു കളയത്തില്ല. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ പ്രാണഭയം ഉണ്ടായ അനുഭവങ്ങളുണ്ട്, മരണത്തെ മുഖാമുഖം കണ്ട അനുഭവങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിന്ദകൾ, അപമാനങ്ങൾ, പ്രതിസന്ധികൾ, ഒറ്റപ്പെടേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒന്ന് പറയാനുണ്ട്, മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവകൃപയാല് ഞങ്ങൾ ആൻഡമാനിലെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ ഇപ്പോൾ കേരളത്തിലാണ്. ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കുന്നു. അതെന്റെ ഹസ്ബൻഡിന് ഇപ്പോൾ ക്യാൻസറിനാൽ ഭാരപ്പെടുകയാണ്. ഇപ്പൊ 3 കീമോ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റെസ്റ്റിലാണ്. ഇനി 3 കീമോയും കൊണ്ട് അത് കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഇപ്പോൾ കേരളത്തിലാണ്. ഈ കീമോ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ ശുശ്രൂഷയിലേക്ക് മടങ്ങിപ്പോകുക. ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിച്ചോളുന്നു. അതോടൊപ്പം എനിക്കൊരു പ്രാർത്ഥനാ വിഷയം നിങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ ഔട്ട്റീച്ചിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഞങ്ങളുടെ അകത്തുള്ള ബോർഡൻ ഇതാണ്, സുവിശേഷത്തെ, കർത്താവിന്റെ വചനത്തെ, ഈ യേശുവിന്റെ ആ സ്നേഹത്തെ ഈ അറിയാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കൊണ്ടെത്തിക്കുന്നത് ഞങ്ങളുടെ അകത്തുള്ള ബോർഡനാണ്. ഞങ്ങൾക്ക് പലപ്പോഴും പല പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ നിക്ഷേപമാണ്. നമുക്ക് ഒരു പ്രതിസന്ധി സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിന്റെ നാമം ധരിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും അത് നമ്മുടെ നിക്ഷേപമാണ്. അത് ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ്, ഞങ്ങളത് സന്തോഷിക്കുകയാണ്. ഞങ്ങൾക്ക് പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. സോ നമ്മുടെ ദൈവനാമത്തെ പ്രതി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകള്, അല്ലെങ്കിൽ ഉപദ്രവങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ത്യാഗങ്ങള് നമ്മുടെ ജീവിതത്തിലത് നന്മയാണ്. സോ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥന വിഷയം ഇതാണ്. ഞങ്ങൾ ഔട്ട്റീച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞങ്ങൾ ആഗ്രഹം ഇതാണ്, ഞങ്ങൾക്ക് നിക്കോബാറിലൊക്കെ പോകാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. അവിടുത്തെ പ്രത്യേകം പെർമിഷൻ ഒക്കെ വേണം. എല്ലാ ഐലൻഡുകളിലും ഇതുവരെ സുവിശേഷം കേൾക്കാത്ത സ്ഥലങ്ങളില് സുവിശേഷമായി കടന്നു പോകണം. കർത്താവിനെ ഉയർത്തണം. ജീവൻ ഉള്ളിടത്തോളം കാലം കർത്താവിനെ സാക്ഷിയായി നിൽക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒത്തിരി നീഡ്സ് ഉണ്ട്. ഔട്ട്റീച്ചിന് വേണ്ടി പല സാധനങ്ങൾ ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുക ചെയ്യുന്നത്. സോ നമ്മുടെ നീഡ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹസ്ബൻഡിനോട് പ്രാർത്ഥിക്കുക, എത്രയും വേഗം റിക്കവറായി വീണ്ടും ശുശ്രൂഷയിൽ മടങ്ങി പോകുന്നതിന് വേണ്ടിയും. ഞങ്ങൾ ഇവിടെ ആയിരുന്നു, ഞങ്ങൾ കുഞ്ഞ് ആൻഡമാൻസിലാണ്, ഞങ്ങളുടെ ഒരു വിശ്വാസ വീട്ടിലാണ്. അവര് അത്ഭുതകരമായിട്ട് സ്നേഹത്തോട് വാത്സല്യത്തോടു കൂടെ അവർ നോക്കുന്നുണ്ട്. സോ കുഞ്ഞിനെ ഓർത്തും ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഇങ്ങനെ എൻ്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാന് ഇങ്ങനെ അവസരം തന്ന കർത്തദാസനും ദൈവത്തിനും സകല മാനവും മഹത്വം അർപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ഒരു അനുഭവങ്ങള് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്തണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്തണേ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പ ഇന്ന് ഈ ടെസ്റ്റ് മണി കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആരെങ്കിലും തകർന്നിരിക്കുകയാണെങ്കിൽ കർത്താവരെ ബലപ്പെടുത്തണമേ, വിശ്വാസത്തിൽ ബലപ്പെടുത്തണമേ. കർത്താവ് എന്നെ അത്ഭുതകരമായി നടത്തിയ ദൈവം, ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ദൈവം കർത്താവ്. ദൂതൻ ഇറങ്ങേണ്ട സ്ഥാനത്ത് ദൂതൻ ഇറങ്ങിയെങ്കിൽ, കർത്താവ് മനുഷ്യരയക്കേണ്ട സ്ഥാനത്ത് ദൈവം മനുഷ്യരയച്ചുവെങ്കിൽ, കർത്താവ് ആവശ്യങ്ങൾ മധ്യ നിറവേറ്റിയ ദൈവം തന്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും മധ്യ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ആരെങ്കിലും ഭാരപ്പെടുകയാണെങ്കിൽ യേശുവിന്റെ നാമത്തില് രോഗസൗഖ്യയുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വഴികൾ അടയപ്പെട്ട് കിടക്കുകയാണെങ്കിൽ കർത്താവ് അവർക്ക് വേണ്ടി പുത്തൻ വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായി ആരെങ്കിലും തകർന്നിരിക്കുകയാണെങ്കിൽ ദൈവിക സമാധാനം പ്രിയപ്പെട്ടവരിൽ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ ആരോമ എന്ന് പറയുന്ന ഈ ചാനലിനെയും കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ. എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജയ അശോക്. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ അത്ഭുതകരമായ നടത്തിപ്പുകളെ കുറിച്ച്, ജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ജയ സിസ്റ്ററിന് പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പേരിൽ തന്നെ ഒരു വിജയത്തിന്റെ ഒരു കുതിപ്പ്, ഒരു അടയാളം ആമേനുണ്ട്. സ്തോത്രം. കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് കർത്താവിന്റെ വേലയ്ക്കിറങ്ങിയ ഒരു ദൈവമനുഷ്യന്റെ 5 മക്കളിൽ 4 പേര് സഹോദരന്മാരും ഒരേ ഒരു മകളും. ആ മകളെ ഒരു നേഴ്സായിട്ട് പഠിപ്പിച്ച് ഒരു ദൈവദാസന്റെ വിവാഹം കഴിപ്പിച്ച് അയച്ച് കർത്തൃവേലയിൽ അയക്കാം എന്ന് ഹൃദയത്തിലെ പിതാവ് ആഗ്രഹിച്ചു. എന്നാൽ തുടർ പഠനത്തെക്കാൾ ഉപരിയായി ദൈവവചനം പഠിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ വ്യാപൃതിയായിരിക്കുവാൻ വളരെ നിർബന്ധം പിടിച്ച് ദൈവവചനം പഠിക്കുവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രിയ സിസ്റ്റർ താല്പര്യം പ്രകടിപ്പിക്കുക, അതിനായി കടന്നു പോവുകയും ചെയ്ത ആ സാഹചര്യം പറയുകയുണ്ടായി. എത്ര വേറിട്ട ഒരു അനുഭവമാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പട്ടിണി, നിന്ന, ഒത്തിരി വേദനകളൊക്കെ അനുഭവിച്ചതായ ആ ബാല്യകാലത്തിലെ ചില ഓർമ്മകൾ പറഞ്ഞു. വാടക വീട്ടില് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുന്ന അനുഭവം, വെച്ച കഞ്ഞി പാത്രം, ചോറ് പാത്രം അതെടുത്ത് വീട്ടുടമസ്ഥൻ കളയുന്ന അനുഭവങ്ങൾ എത്ര വേദനാജനകമായ. ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന് അവിടെ നിന്ന് പോലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ബാല്യകാലത്തിലെ ഓർമ്മ. പിന്നത്തേതില് ഇങ്ങോട്ട് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും ഛത്തീസ്ഗഡിൽ സുവിശേഷ വേലയ്ക്ക് കടന്നു പോകുന്നു. അവിടെ നിന്ന് ബോംബെയില് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ കടന്നു വരുന്നു. അതിനുശേഷം ആൻഡമാനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പഞ്ചാബിലേക്ക് പോകുന്നു. വീണ്ടും ആൻഡമാനിലേക്ക് മടങ്ങി വരുന്നു. ഇപ്പോൾ ചില സാഹചര്യങ്ങളുടെ നടുവില് തിരുവനന്തപുരത്ത് ആയിരിക്കുന്നു. ഇങ്ങനെ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. സിസ്റ്റർ പറഞ്ഞു, ഒരു ഔട്ട്റീച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു ഔട്ട്റീച്ചിലാണ്. സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, ആ ഛത്തീസ്ഗഡിൽ കാരിയിങ്ങിലായിരിക്കുന്ന സമയത്ത് അവിടെ നക്സലേറ്റുകളുടെ മുൻപിൽ മിസ്കാരിങ് ആകുന്ന ആ ഒരു സന്ദർഭം എത്രയോ ഭയാനകവും എത്രയോ വേദനാജനകവുമായ ആ ഒരു നിമിഷം. അങ്ങനെ സംഭവിക്കരുതാത്ത കാര്യം അവിടെ ഉണ്ടായി. എങ്ങനെ? ആർക്കു വേണ്ടി? ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിന്റെ വചന നിമിത്തം, കർത്താവിന്റെ സാക്ഷിയാകുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഔട്ട്റീച്ചിന്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ. അതിന്റെ നടുവിലും
ദൈവത്തിന്റെ പ്രത്യേക കരുതൽ ആമേൻ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവദാസന് കാൻസർ രോഗത്താൽ ഭാരപ്പെട്ട ട്രീറ്റ്മെന്റിനോടുള്ള ബന്ധത്തില് തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സയുള്ള ബന്ധത്തിലായിരിക്കുന്നു. കുഞ്ഞ് ആൻഡമാനിലായിരിക്കുന്നു, ഒരേ ഒരു മകൻ. നിങ്ങൾ ഇപ്പോഴും ഔട്ട്റീച്ചിന്റെ ഭാഗമായിട്ടായിരിക്കുക, അവിടെ സാക്ഷ്യം വഹിക്കുക. ഇന്ന് അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുക സിസ്റ്റർ. ഭർത്താവ് അടുത്ത മുറിയിൽ കീമോതെറാപ്പി ട്രീറ്റ്മെന്റിന് ആയിരിക്കുമ്പോൾ, മകൻ ആൻഡമാനിൽ ഒരു വീട്ടിലായിരിക്കുമ്പോൾ അടുത്ത മുറിയിൽ ഇരുന്നു കൊണ്ട് സിസ്റ്റർ സാക്ഷ്യം പറയുക. എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല സിസ്റ്ററെ, കർത്താവ് തന്ന ഒരു കൃപയാണ്. ജയ എന്ന പേര് അന്വർത്ഥമാകുന്നത് അവിടെയാണ്. സ്തോത്രം. അന്വർത്ഥമായ ജീവിത അനുഭവങ്ങളുമായി അനേകരുടെ മുൻപിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും പേറി ഇതുവരെ കർത്താവ് കൊണ്ടുവന്നെങ്കിൽ പരാജയം ആമേൻ ദുഃഖമില്ലാത്ത അശോക്, ജയ അശോക്, ഞാൻ ആ പേര് രണ്ടും വളരെ നോട്ട് ചെയ്തു. ദുഃഖമില്ലാത്ത ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തുക. ഇപ്പോഴുള്ള ഭാരങ്ങള്, പ്രയാസങ്ങള്, കഷ്ടതകള്, വേദനകള്, രോഗങ്ങള്, ദുഃഖങ്ങള് എല്ലാം മാറി സമാധാനത്തോട്, സന്തോഷത്തോട്, സുരക്ഷിതമായ ഒരു നിത്യതുറമുഖത്തേക്കുള്ളതായ ആ യാത്രയിലാണ്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് ഒരു നിസ്സാര കാര്യമല്ല. ശക്തമായ ശുശ്രൂഷയ്ക്കായി കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ആൻഡമാനിൽ ദ്വീപസമൂഹങ്ങളിൽ ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷ ദൗത്യവുമായി പോകുവാൻ നിങ്ങളുടെ കാലുകളെ കർത്താവ് ഇനിയും ബലപ്പെടുത്തട്ടെ. അതിനാവശ്യമായിരിക്കുന്ന സാമഗ്രികൾ തക്ക സമയത്ത് കർത്താവ് ഒരുക്കട്ടെ. യാത്രാ ക്രമീകരണങ്ങൾ ഏറെ തടസ്സമുള്ള, വളരെ ബുദ്ധിമുട്ടാണ് ഒരു ദ്വീപിൽ നിന്ന് മറ്റു ദ്വീപിലേക്ക് പോവുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കുള്ള യാത്രാ ക്രമീകരണങ്ങൾ, അതിനുള്ള പെർമിഷനുകൾ ലഭിക്കുക, അവിടുത്തെ ഗ്രാമത്തിലെ അധികാരികളുടെ പെർമിഷൻ ലഭിക്കുക, അവിടെ പോവുക, അവിടെ സുവിശേഷം പങ്കുവയ്ക്കുക, അവിടെ താമസിക്കുക, അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ നടുവിലും ഇന്നയോളം പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ആർ വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാപ്പാൻ ശക്തൻ. എന്നെ വിളിച്ചിരിക്കുന്നത് ആരെന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു. ആ ഒരു വിളി ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യത്തോടെ നമുക്ക് മുന്നേറുവാൻ കർത്താവ് സഹായിക്കും. ഈ സാക്ഷ്യം ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് പ്രചോദനവും പ്രബോധനവും ഉത്സാഹവും ആത്മീയ വർധനവിനും കർത്താവിൽ ആശ്രയിക്കുന്നതിനും അനുഗ്രഹിക്കപ്പെടുന്നതിനും വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും പര്യാപ്തമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം കേട്ട പ്രേക്ഷകരെ, ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈ വാത്സല്യ കുടുംബത്തെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. കർത്തൃവേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളും ഈ കുടുംബത്തിന് ചെയ്യുവാൻ പ്രത്യേക തരുണത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിനായി നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കിടുവാനും നിങ്ങൾ മറക്കരുത്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അരോമ TVയുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാത്തത് ചാനലിൽ കാണും. തീർച്ചയായിട്ടും അതും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.